أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا أبانا استغفر لنا ذنوبنا إنا كنا خاطئين. قال سوف أستغفر لكم ربي إنه هو الغفور الرحيم. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ അവന്റെ മാർഗത്തിലെ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സൂറത്ത് യൂസുഫിലെ 97, 98, 97 ആൻഡ് 98 വേഴ്സസ് ആണ്. അതില് പിന്നെ ബേസിക്കലി അത് നമുക്ക് ആദ്യം അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം, എന്നിട്ട് അതിന്റെ ആശയത്തിലേക്ക് പോകാം. കാലു, അവർ പറയണം, അതായത് ഈ ബ്രദേഴ്സ് ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ തെറ്റുകാരായിരുന്നു, ഞങ്ങൾ ചെയ്തത് വലിയ അബദ്ധമായി പോയി, ആ അബദ്ധം പൊളിഞ്ഞു. ഇപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകളും യൂസുഫ് അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ സന്തോഷ വാർത്തയൊക്കെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ആരാണ്? വെറും ഒരു പ്രവാചകൻ മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ പിതാവ് മാത്രമല്ല, മറിച്ച് അദ്ദേഹം ഇപ്പോൾ ഈജിപ്തിലെ പ്രൈം മിനിസ്റ്ററുടെ പിതാവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി, അത് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ പറയണം യാ അബാന, ഞങ്ങളുടെ വാപ്പ, പ്രിയപ്പെട്ട വാപ്പ, ഇസ്തഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി താങ്കൾ പാപമോചനത്തിന് അർത്ഥിക്കണം. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കണം, മാപ്പ് അപേക്ഷിക്കണം. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ പദം, ആ പദങ്ങളിലൊക്കെ ഒരുപാട് ആശയങ്ങളുണ്ട്, നമുക്ക് അതിനകത്തേക്ക് പോകാം. പക്ഷെ ഇവിടെ ആരോട് പാപമോചനത്തിന് അർത്ഥിക്കണം എന്ന് പറയുന്നില്ല. ഓക്കെ, ദാറ്റ്സ് വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നോട്ട് ദാറ്റ് പോയിന്റ്. ഇസ്തഗ്ഫിർ ലന, ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കണം. ദുനൂബന, ഞങ്ങളുടെ തെറ്റുകൾക്ക് വേണ്ടി. ഇന്ന കുന്ന ഖാത്തിഈൻ, ഞങ്ങൾ ഉറപ്പായിട്ടും, ഞങ്ങൾ തീർച്ചയായിട്ടും, ഫോർ ഷുവർലി വി വെയർ റോങ് ഡൂവേഴ്സ്. ഖാത്തിഈൻ, ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ചെയ്തു പോയിട്ടുണ്ട്, തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കണം. യു ഹാവ് ടു സീക്ക്, പ്ലീസ് സീക്ക് ഫോർഗിവ്നെസ് ഫോർ അസ് ഫോർ അവർ സിൻസ്. അതാണ് അവരാവശ്യപ്പെടുന്നത്. കാല, അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, സൂൺ ഐ വിൽ സീക്ക് forgiveness for you from my master. Not now, soon. സൗഫ അസ്തഗ്ഫിറു ലക്കും, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കും. റബ്ബി, എൻ്റെ റബ്ബിനോട് പാപമോചനത്തിന് അർത്ഥിക്കും. ഇന്നഹു, തീർച്ചയായും അവൻ, ഹുവൽ, അവൻ തന്നെയാണ്, അൽ ഗഫൂറുർ റഹീം. അൽ ഗഫൂർ, അവൻ ഏറെ പാപം പൊറുക്കുന്നവനും, റഹീം, വളരെ അൺബിലീവബിളി ലവിങ് ആൻഡ് കെയറിങ്. റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യവാൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും ശരിക്കും അതിൽ ആ റഹ്മത്തിൽ എന്തൊക്കെയുണ്ട്? ലവ് ആൻഡ് കെയർ. ഏറ്റവും അവിശ്വസനീയമായ രൂപത്തിൽ സ്നേഹവും ശ്രദ്ധയും പരിഗണനയും ഒക്കെ കാണിക്കുന്നവനാണ് അവൻ. അപ്പോൾ ദിസ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബ്രദേഴ്സ് ആൻഡ് ദർ ഫാദർ. അപ്പൊ ഇവിടെ ഈ ബ്രദേഴ്സ് അവരുടെ പാപങ്ങൾ മനസ്സിലാക്കിയിട്ട്, തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അവര് പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാമയോട് തങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കാൻ അവർ ആവശ്യപ്പെടുകയാണ്. അപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ മറുപടി ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സൂൺ ഐ വിൽ സീക്ക് ഫോർഗിവ്നെസ്, സൗഫ അസ്തഗ്ഫിറു ലക്കും. അപ്പോ സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറച്ച് സംഗതികൾ വരും. അതായത് ഇതിൽ രണ്ട് തരം വ്യാഖ്യാനം ഈ രണ്ടായത്തുകൾക്കും പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഇവർ ജെന്യുവിൻലി അപ്പോളജറ്റിക് ആയിരുന്നു, അതായത് യഥാർത്ഥമായ അർത്ഥത്തിൽ തന്നെ, ആത്മാർത്ഥമായി തന്നെ ഇവര് തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി
അതിൽ നിന്ന് മടങ്ങി മാപ്പപേക്ഷിക്കുന്ന ഒരവസ്ഥയിലാണ് അവരുള്ളത് എന്നതാണ് ഒരു വ്യാഖ്യാനം. അതായത് നമ്മൾ വി ആർ ഗിവിംഗ് ദം ദ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട്. അതായത് അവർ ശരിക്കും തീർച്ചയായിട്ടും അവർ ആത്മാർത്ഥമായിട്ടും അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരായിരുന്നു. രണ്ടാമത്തെ വ്യാഖ്യാനം അവർ ഇപ്പോഴും എന്തല്ല അത്ര ഈ പശ്ചാത്താപം എന്ന് പറയുന്നത് ഫിർഔനുണ്ടായ ഒരു പശ്ചാത്താപം പോലെയാണ്. എപ്പോ വെൻ ഹി വാസ് അബൌട്ട് ടു ഡ്രൗൺ, അല്ലെ, മുങ്ങാൻ നേരത്ത് ചെങ്കടലിൽ തങ്ങളിപ്പോൾ മുങ്ങി മരിച്ചു പോകും എന്ന ഒരു ഘട്ടത്തിൽ പശ്ചാത്തപിച്ചതുപോലെ. കാരണം യൂസുഫ് അലൈഹി ഇസ്ലാമെ ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടെന്നും യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇനി മുതൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വളരെ ഉന്നതമായ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് പോകാൻ പോവുകയാണെന്നും അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്താപം. ആ രണ്ട്, അതായത് മീൻസ് അവരുടെ പശ്ചാത്താപം ശരിക്കും ജെനുവിൻ അല്ല എന്ന ഒരു വ്യാഖ്യാനം. പക്ഷെ നമ്മൾ ഏതിനാണ് മുൻഗണന കൊടുക്കുക? അതായത് അവരുടെ പശ്ചാത്താപം ആത്മാർത്ഥമായിരുന്നോ, അതല്ല അവർ നിവൃത്തികേട് കൊണ്ട് പശ്ചാത്തപിച്ചതാണോ? ഈ രണ്ട് ആസ്പെക്റ്റിലാണ് നമ്മൾ ഈ ആയത്തുകളെ വ്യാഖ്യാനിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു അഭിപ്രായത്തിന് മുൻഗണന കൊടുക്കുന്നില്ല. പക്ഷെ ഈ രണ്ട് അഭിപ്രായവും ഞാൻ പറഞ്ഞിട്ട് രണ്ട് അഭിപ്രായത്തിലും നമ്മൾ അതിനെ വ്യാഖ്യാനിക്കും. രണ്ട് അഭിപ്രായത്തിന്റെ വെളിച്ചത്തിലും നമ്മൾ അതിനെ വ്യാഖ്യാനിക്കും. എന്തിനാണ് അങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് ചോദിച്ചാൽ, അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്തിനാണ് ഇപ്പൊ അത് അങ്ങനെ വ്യാഖ്യാനിക്കണം, നമുക്ക് മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചിട്ട് ആ ആ ഒരു തഫ്സീറിൽ പറയുന്നതാണ് പറഞ്ഞാൽ പോരെ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ അങ്ങനെ പറയാൻ ഈ ടെക്സ്റ്റ് നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവരുടെ പശ്ചാത്താപം ആത്മാർത്ഥമായിരുന്നോ അല്ലേ എന്ന് രണ്ടിനോടും ഉറപ്പിച്ച് പറയാൻ ഈ ടെക്സ്റ്റ് നമ്മളെ അനുവദിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അള്ളാഹു അതിൻ്റെ അകത്തൊരു ഒരു ഒരു സംശയം അങ്ങനെ നിലനിർത്തിയത്? അതിൽ രണ്ടിലും നമുക്ക് എന്തുണ്ട്? പാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ്. മനസ്സിലായോ? അള്ളാഹ്ക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് അവര് ഞാനത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ടെക്സ്റ്റ് വായിച്ചിട്ട്, ഖുറാന്റെ ഈ ടെക്സ്റ്റ് വായിച്ചിട്ട് ഇവരുടെ പശ്ചാത്താപം ആത്മാർത്ഥമല്ല എന്ന് ഉസ്താദ് എങ്ങനെ പറയാ എന്നൊരാൾ എന്നോട് ചോദിച്ചാല് നമുക്കത് പറയാനുള്ള വകുപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. എന്നാൽ വേറൊരാൾ ചോദിക്കണം, അല്ല ഇതിൽ ആത്മാർത്ഥമാണെന്ന് പറഞ്ഞൂടെ? അങ്ങനെയും പറയാം. അപ്പൊ പിന്നെ എന്തിനാണ് അള്ളാഹു അത് അങ്ങനെ വിട്ടത്? രണ്ട് വ്യാഖ്യാനത്തിനും പഴുതുള്ള ഒരു രൂപത്തിൽ എന്തുകൊണ്ടായിരിക്കും അള്ളാഹു അത് അങ്ങനെ ആ ടെക്സ്റ്റ് അങ്ങനെ തന്നെ നിലനിർത്തിയത്? ബിക്കോസ് there are remarkable lessons, very important lessons in both these versions, both these interpretations. മനസ്സിലാവുണ്ടോ? ഈ രണ്ട് ഇന്റർപ്രിട്ടേഷൻ രണ്ട് രൂപത്തിൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്താലും അതിൽ രണ്ടിലും നമുക്ക് എന്തുണ്ട്? ലെസൺസ് ഉണ്ട്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിൽ, ബിഹേവിയർ, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസിലൊക്കെ നമുക്ക് ഇതിനകത്ത് ലെസൺ. ഓക്കെ, വിത്തൗട്ട് ഫർദർ അഡ്യൂ നമ്മൾ ആദ്യം ഇത് നോക്കുന്നത് ഇവർക്ക് ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് കൊടുത്തിട്ടാണ്. അതായത് ഇവർ റിയലി സിൻസിയർലി ജെന്യുവൻലി സീക്കിംഗ് ഫോർഗിവ്നെസ്, അവർ ആത്മാർത്ഥമായും അവർ പശ്ചാത്താപിക്കുകയാണ് എന്ന ഒരു 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 അസംഷനെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ആദ്യം ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ ദമ്പ് എന്ന് പറഞ്ഞാല് അറബിയിൽ എന്താ അർത്ഥം? ദമ്പ് പാപം, അല്ലെ, സിൻ. വേറൊരു വാക്കുണ്ട് അറബിയിൽ, ദനബ്. എന്താ അതിന്റെ അർത്ഥം? വാല്, ഒരു മൃഗം. ദനബ്, ദമ്പ് എന്ന് പറയുന്നത് പാപം. ദനബ് അതായത് വിത്ത് ഫതഹ്, നൂനിന് ഫതഹ് ഇട്ട് കഴിഞ്ഞാൽ ദനബ്, അത് ഒരു ടെയിൽ ഓഫ് ആൻ ആനിമൽ, ഒരു മൃഗത്തിന്റെ വാലിന് പറയുന്ന ഒരു വാക്കാണ് ദനബ്. അപ്പോ സ്വാഭാവികമായിട്ട് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താ? അതെന്താന്ന് വെച്ചാല് പണ്ട് കാലത്ത് ഈ അറബികള് പോയിട്രി, അല്ലെ, പദ്യമൊക്കെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. അപ്പൊ അവരിൽ പലരും മൃഗങ്ങളെ നോട് ഉപമിച്ചിട്ട് പറയും. എങ്ങനെ? ഉദാഹരണത്തിന് ഒരാൾ ഒരു ലയണ പോലെയാണ്, ഒരു സ്റ്റാലിയൻ, ഒരു ടൈഗറിനെ പോലെയാണ്, ഒരു ഗോത്രം, ആ ഗോത്രത്തിലെ ആളുകളൊക്കെ കടുവകളാണ് എന്നൊക്കെ പറയല്ലേ. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ചില ആളുകളുടെ പേരിനോടൊപ്പം അതൊക്കെ ചേർക്കാറുണ്ട്, അല്ലെ. അയാൾ ഒരു ഭീകരജീവിയാണെന്നുള്ള അർത്ഥത്തിലല്ല, പലപ്പോഴും അയാൾ ഒരു ധീരനാണ്, അയാള്, അല്ലെങ്കിൽ അവരുടെ ഇന്നിപ്പോ ചില ഫുട്ബോൾ ടീമുകൾക്ക് നമ്മൾ കണ്ടിട്ടില്ല, എന്താണ് ചെന്നൈ ടൈഗേഴ്സ്ന്നോ ബംഗാൾ ടൈഗേഴ്സ്ന്നോ പിന്നെന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്, അല്ലെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ, അല്ലെ, തിരുവനന്തപുരം ടസ്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ, അങ്ങനെയൊക്കെ കാണാറില്ലേ ചില ടീമുകൾക്ക് മൃഗങ്ങളുടെ പേരിടും. എന്തിനത്? ആ മൃഗങ്ങളെ പോലെ ഒരു വലിയ ഒരു മജസ്റ്റിക് ക്വാളിറ്റി
അവരിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ പണ്ട് കാലത്ത് അറബികൾ ഉപയോഗിച്ചിരുന്നതാണ് ഒരാള് പിന്നെ ഒരു ഈഗിളിനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു വൾച്ചർ, ഒരു കഴുകൻ. ആ കഴുകന്റെ എല്ലാ ക്വാളിറ്റിയും അവർ വളരെ നന്നായിട്ട് നിരീക്ഷിക്കാനുള്ള ഒരു പാഠവും, ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ അങ്ങനെ തന്നെ ശാപ്പിടുന്ന ഒരു സ്വഭാവം, ഇങ്ങനെയൊക്കെയുള്ള കഴിവ്. അപ്പോ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അവർ പറയും, ഞങ്ങൾ ഒരു ട്രൈബ് പറയാണ് വി ആർ സോ ഹൈ, ഞങ്ങൾ വളരെ ഉന്നതരാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ പറയും അൻഫുന്നാക്ക, ഞങ്ങൾ ഒട്ടകത്തിന്റെ മൂക്ക് പോലെയാണെന്ന് പറയും. കാരണം എന്താ, ഒട്ടകത്തിന്റെ മൂക്കിനൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെ നോക്കണം, ഇങ്ങനെ തല ഉയർത്തി നോക്കണ്ടേ. അപ്പൊ ഞങ്ങള് ഒട്ടകത്തിന്റെ മൂക്ക് പോലെയുള്ള ഒരു ഗോത്രമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വി ആർ ഹൈ, യു നീഡ് ടു ലുക്ക് അപ്പ് ടു അസ് ഫോർ ടു ഫൈൻഡ് എൻ എക്സാമ്പിൾ, വി ആർ എ റോൾ മോഡൽ ഫോർ എലഗൻസ്, അല്ലെ. ഞങ്ങളൊരു മഹത്വത്തിന്റെ, കുലീനതയുടെയൊക്കെ, നൊബിലിറ്റിയുടെയും എലഗൻസിന്റെയും ഒക്കെ ഒരു എന്താ പറയാ, അതിന് പറ്റുന്ന ക്വാളിറ്റി ഉള്ള ആളുകളാണ് എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ അൻഫുനാക്കാന്ന് ഒരു കൂട്ടർ പറയും. അവരെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട്, അവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗോത്രങ്ങൾ പറയും നോ നോ നോ, യു ആർ നോട്ട് അൻഫുന്നാക്ക, യു ആർ ധനബുന്നാക്ക, നിങ്ങൾ എന്താണ്, ഒട്ടകത്തിന്റെ മൂക്കല്ല, നിങ്ങൾ ഒട്ടകത്തിന്റെ വാലാണ് എന്ന് പറയും. കാരണം വാല് ഇറ്റ്സ് എൻ എംബരാസിങ് അല്ലെ പാർട്ട്. വാല് എവിടെ ഉണ്ടാകുക, വാലുണ്ടാകുന്നത് ഒരു അത്ര സുഖമല്ലാത്തൊരു ഒരു 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 പാർട്ടാണ് വാല് എന്ന് പറയുന്നത്, മൃഗങ്ങളുടെ വാല് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇറ്റ്സ് എൻ എംബരാസിങ്, സമ്മൺ ഈസ് എഷൈംഡ്, അല്ലെ. ഒരുത്തനെ മോശമാക്കാൻ വേണ്ടി, അവനെ ഒന്ന് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കുന്നു. അതിൽ നിന്നാണ് ദൻബ് വന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദൻബ് നമ്മൾ ചെയ്താൽ വി ആർ അഷൈംഡ് ഓഫ് അവർ സെൽസ്, വി ആർ എംബരാസ്ഡ് ടു ടു അഡ്മിറ്റ് ദാറ്റ്. മനസ്സിലാവുണ്ടോ? അതാണ് ദമ്പും ധനബും തമ്മിലുള്ള ലിങ്ക് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ദമ്പ് എന്ന പദം പാപത്തിന് ഉപയോഗിക്കുന്നതിന്റെ കാരണം ബിക്കോസ് ഇറ്റ്സ് ആൻ എംബരാസിങ് ആക്ട്, ഇറ്റ്സ് എ ഷെയിംഫുൾ ആക്ട്. അതൊരു ഒരു മൃഗത്തിന്റെ വാല് എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള ഒരു സംഗതിയായിട്ടല്ല ആ പറയുന്നത്, മറിച്ച് ദ പൊസിഷൻ ഇറ്റ് ഹാസ് ഈസ് എൻ എംബരാസിങ് പാർട്ട്. അതാണല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ഈ അറബിയിലെ വാക്കുകൾ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ അറബിയിൽ പിന്നെ പാപത്തിന് ഇഷ്ടം പോലെ വാക്കുണ്ട്. മറ്റേതെങ്കിലും ഒരു വാക്ക് ഓർക്കണ്ടോ നിങ്ങൾ അറബിയിലെ പാപത്തിന്? കുറ്റം, പാപം, സയ്യിആത്ത്, സൂ, പിന്നെ വേറെ ഏതാ? ബിസ് പറയുന്നുണ്ട്. ഓക്കെ, ബിസ. പിന്നെ ഇസ്മ പറയും പാപത്തിന്. ലാ ജുനാഹ അലൈക്കും, അല്ലെ, കേട്ടല്ലേ? ലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുറ്റമില്ല. ഇങ്ങനെ. അപ്പൊ ഈ ജുനാഹ എന്നുള്ളത് ഹിന്ദിയിൽ ഉറുദുവിലൊക്കെ പറയും ഗുന, അല്ലെ. ഗുന എന്ന് പറയൂല ഹിന്ദിയില്, ഉറുദുവില്. ആ എങ്ങനെ? ആ, ഉറുദുവില് ജുനാഹ് എന്ന പദത്തിനാണ് ഗുന വന്നത് ഉറുദുവിലെ. ഓക്കെ. അപ്പൊ അതിന്റെ ശരിക്കും ഒറിജിൻ പാർസിയാണെന്നാ പറയുന്നത്. ഈ ജുനാഹ് എന്ന പദം പാർസി ഒറിജിൻ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അറബിയിൽ ഇത്തരം വാക്കുകൾ വരുന്നത് ഇത്തരം കോണ്ടെക്സ്റ്റുകളിലാണ്. അപ്പൊ ദൻബ് എന്ന പദം വന്നത് ധനബ് എന്നുള്ള മൃഗത്തിന്റെ വാല്, അത് ഇറ്റ്സ് ആൻ എംബരാസിംഗ് പാർട്ട്, സംതിങ് യു നീഡ് ടു ബി അഷൈംഡ് ഓഫ്, ഇറ്റ്സ് എ ഷെയിംഫുൾ ആക്ട് എന്ന് കുറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ. അപ്പോ പിന്നെ ഇവിടെ പറയുന്ന ഒരു വാക്ക് ഇന്ന കുന്ന ഖാതുഈൻ, അല്ലെ, ഞങ്ങള് പാപം ചെയ്തവരാണ്. അത് നമ്മൾ മുമ്പും വിശദീകരിച്ചിരുന്നു. മുഖ്തി എന്ന് പറഞ്ഞാൽ ഖത, മുഖ്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യു ഡു സംതിങ് വിച്ച് ഈസ് നോട്ട് ഓൺ പർപ്പസ്, മനഃപൂർവ്വമല്ലാതെ ഒരു തെറ്റ് ചെയ്യുന്നതിനാണ് ഖത അല്ലെങ്കിൽ മുഖ്തി എന്ന് പറയാം. ഖാത്തി അല്ലെങ്കിൽ ഖതീഅത്ത് എന്ന് പറഞ്ഞാൽ ടെറിബിൾ മിസ്റ്റേക്ക്, യു ഡിഡ് ഓർ വി ഡിഡ് സം ടെറിബിൾ മിസ്റ്റേക്ക്, അതിനാണ് എന്ത് പറയാ, ഖാത്തിഈൻ. അത് അതിന്റെ ജമ്മാണ്. ഖതീഅത്ത്, ഇറ്റ്സ് എ സീരിയസ് മിസ്റ്റേക്ക് വിച്ച് വി ഡിഡ് ഓൺ പർപ്പസ്, നമ്മൾ ബോധപൂർവം ചെയ്യുന്ന മിസ്റ്റേക്കിന് ഖതീഅത്ത് എന്ന് പറയും. അപ്പൊ ഇവിടെ ഇവർ പറയാണ് യാ അബാന ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങളുടെ വാപ്പ, ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കണം. ദുനൂബന, ഞങ്ങൾ ചെയ്തത് ഒരു ഷെയിംഫുൾ ആക്ടാണ്. ദുനൂബ് ഒരു ദമ്പല്ല, ഒരുപാട് ഷെയിംഫുൾ ആക്ടുകൾ, ഒരുപാട് തിങ്സ് വിച്ച് വി ആർ എംബരാസ്ഡ് ടു കൺഫസ്. നമ്മൾ അത് സമ്മതിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ വളരെ ലജ്ജിതരാണ്, വളരെ വി ആർ അഷൈംഡ് ഓഫ് അവർ ഓൺ ആക്ട്സ്. അതാണ് ഇന്നാ കുന്ന ഖാതിഈൻ, തീർച്ചയായും ഞങ്ങൾ നോട്ട് സം ഇഗ്നോറന്റ് മിസ്റ്റേക്സ്, നോട്ട് സം നെഗ്ലിജിബിൾ മിസ്റ്റേക്ക്, അങ്ങനെയല്ല, വി ഡിഡ് റിയലി സീരിയസ് മിസ്റ്റേക്സ്. അപ്പോൾ
നമ്മൾ ആ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് വെച്ച് പറയുകയാണെങ്കിൽ അവര് ശരിക്കും അഡ്മിറ്റ് ചെയ്യണം, ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് വാപ്പ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കണം എന്ന് അവർ പറയണം. ഇറ്റ് വാസ് ചിലപ്പോൾ ചില ആളുകൾ ഞാനൊരു തെറ്റ് ചെയ്തു എന്നൊക്കെ പറയും, പക്ഷേ ആ തെറ്റ് ചെയ്യുമ്പോൾ ഐ ഡിഡ് സംതിങ്, ഐ മെസ്ഡ് അപ്പ്, ബട്ട് യു നോ ഇറ്റ് വാസ് ദറ്റ് കോണ്ടെക്സ്റ്റ്, ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ പറ്റിപ്പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്തുണ്ട്, ആ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കാൻ ഒരു ശ്രമം നടത്താറുണ്ട് അല്ലെ? ചില ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നമ്മളോട് പറയുമ്പോൾ ആ ചെയ്തത് തെറ്റാണ്, പക്ഷേ ബട്ട് യുനോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ആ മിസ്റ്റേക്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ മിസ്റ്റേക്ക് ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ല, ബിക്കോസ് നമുക്ക് അതിൻ്റെ അകത്തൊരു റീസൺ, ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്. ഇതല്ല ഇവർ പറയുന്നത് ദർ ഇസ് നോ റീസൺ ദാറ്റ് വി ഷുഡ് ഹാവ് ഡൺ ദിസ്, വി ഷുഡ് ഹാവ് ആക്ച്വലി അവോയ്ഡഡ് ദീസ് തിങ്സ് എന്നാണ് അവർ കൃത്യമായിട്ട് പറയുന്നത്. സോ ദേ ആർ കൺഫസിങ് ഫുള്ളി, ദേ ആർ വെരി സിൻസിയർ അബൌട്ട് ദെയർ മിസ്റ്റേക്ക്. അവരുടെ തെറ്റുകളെ സംബന്ധിച്ച്, അവരുടെ പിന്നെ ചെയ്തു പോയ പാപങ്ങളെ സംബന്ധിച്ച് അവർ ലജ്ജിതരാണ്. അവർ പിന്നെ അതിനുവേണ്ടി ഖേദം പ്രകടിപ്പിക്കുകയാണ്, മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടി പിതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, നോക്കൂ, അവര് ഇസ്തഗ്ഫിർ ലനാ ദുനൂബന എന്നാ പറയുന്നത്. ഇസ്തഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ മാപ്പ് അപേക്ഷിക്കണം, ദുനൂബന, ഞങ്ങളുടെ തെറ്റ്. പക്ഷെ ഞങ്ങളുടെ മാസ്റ്ററിനോടുന്നോ, അല്ലെ, അള്ളാഹുവിനോടുന്നോ, ഇസ്തഗ്ഫിർ അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കണമെന്നോ, ഞങ്ങളുടെ റബ്ബനാന്നോ, ഇസ്തഗ്ഫിർ ലനാ റബ്ബനാന്നോ അവർ പറയുന്നില്ല, അല്ലെ? ശരിക്കും ഇപ്പം മൂസാ നബിന്റെ ഒരു തെറ്റ് ചെയ്തല്ലോ, മൂസാ നബി ഒരു തെറ്റ് ചെയ്തല്ലോ. എന്താ മൂസാ നബി ചെയ്ത തെറ്റ്? ഒരു ഈജിപ്ഷ്യനെ കൊന്നത്. ഒരാളെ കൊന്നു. ആ കൊന്നു കഴിഞ്ഞപ്പോ മൂസാ നബി എന്താ പറഞ്ഞത്? കൊന്നു കഴിഞ്ഞപ്പോ മൂസാ നബി പറഞ്ഞു, ഓഫ്, തെറ്റുപറ്റിപ്പോയി അല്ലെ, ഞാൻ വഴിപഴച്ചു പോയി റബ്ബേ, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം. അപ്പൊ അള്ളാഹിനെ എന്താ മറുപടി പറഞ്ഞ? ഫസ്തഗ്ഫറ ലഹു, അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ്. ദാവൂദ് അലൈഹി സ്വലാം ഒരു തെറ്റ് ചെയ്തു അല്ലെ? എന്താ തെറ്റ് ചെയ്ത ദാവൂദ് അലൈഹി സ്വലാം? ഒരു വിധി പറഞ്ഞപ്പോ, ഒരു വിധി പറഞ്ഞപ്പോ അതിനകത്ത് ആ വിധിയിൽ തെറ്റുപറ്റി. നമുക്കത് വിശദീകരിക്കൽ ഉദ്ദേശമല്ല. അപ്പോഴദ്ദേഹം ഫസ്തഗ്ഫറ ലഹു ഫഗഫറ ലഹു, അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. ഇത് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് പറയുന്നില്ല. അതായത് ഇവര് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചെന്നോ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തുന്നോ എന്നൊന്നും അവർ പറയാതെ അവര് പിതാവിനോട് ആവശ്യപ്പെടുകയാണ്. എന്ത്? യാക്കൂബ് നബി അലൈഹി സ്വലാം ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് നടത്തി. ഓക്കെ, അപ്പോഴും നമ്മൾ അത് സിൻസിയർ ആണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അവരങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യത്തെ വ്യാഖ്യാനത്തിലാണ് പോണത്. എന്താണ് ആദ്യത്തെ വ്യാഖ്യാനം? അവർക്ക് നമ്മൾ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് കൊടുക്കണം, അവർ സിൻസിയർ ആയിരുന്നു അവരുടെ പശ്ചാത്തലത്തിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെങ്ങനെ വ്യാഖ്യാനിക്കും? അങ്ങനെ വ്യാഖ്യാനിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, നമ്മുടെ ദീനില് നമുക്ക് വേറെ ആരെയും ഇൻവോൾവ് ചെയ്യിക്കേണ്ട അല്ലെ? നമ്മളൊരു തെറ്റ് ചെയ്താൽ, നമുക്കൊരു പാപം വന്നാൽ നേരിട്ട് അള്ളഹാനോട് പറയാം അല്ലെ? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. നിങ്ങൾ ഏതൊരാൾ വിളിച്ചാലും എന്ത് ചെയ്യും? അള്ളാഹു ആ വിളി കേൾക്കും. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് ക്വാളിഫിക്കേഷൻ, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആൾ വിളിച്ചാലേ അള്ളാഹ് ദുആ കേൾക്കുള്ളൂ. 5 നേരം നിസ്കരിക്കുന്ന ആൾ വിളിച്ചാലേ കേൾക്കുള്ളൂ. ഹജ്ജ് ചെയ്ത ആൾ വിളിച്ചാലേ കേൾക്കുള്ളൂ. ഉംറ ചെയ്ത ആൾ വിളിച്ചാലേ കേൾക്കുള്ളൂ. ഒരുപാട് പണമുള്ള ആൾ വിളിച്ചാലേ കേൾക്കുള്ളൂ. ഒരുപാട് സദക്ക ചെയ്ത ആൾ വിളിച്ചാലേ, നിങ്ങൾ ദാനധർമ്മം ചെയ്തിട്ട് വാ എന്നിട്ട് വെച്ചാൽ, ഇതൊന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞിരിക്കണ എന്താ? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. നിങ്ങൾ ഒറ്റ വിളി വിളിച്ചാൽ മതി അള്ളാഹുവിനെ. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നല്ല ആരാധന നടത്തുന്ന ആളുണ്ടാവും അല്ലെ, നല്ല ആബിദ് എന്ന് പറയാവുന്ന ആളുണ്ടാവും. പക്ഷെ അയാളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹിന്റെ അടുത്ത് ഒരു വില ഉണ്ടാവില്ല ചിലപ്പം. മാതല്ല, അള്ളാഹു അത്തരം ആളുകളിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. പക്ഷേ ഒരുപാട് തെറ്റ് ചെയ്ത ആളുണ്ടാവും, ഒരു പക്ഷേ തെറ്റുകളുടെ കൂമ്പാര അയാളുടെ. പക്ഷെ ഒരു നിമിഷം അയാളുടെ മനസ്സിന്റെ ഉള്ളില് ഒരു ഖേദം തോന്നിയിട്ട് അയാൾ പശ്ചാത്തപിക്കുമ്പോൾ ആ പശ്ചാത്താപത്തിന്റെ പുറത്ത് അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും അല്ലെ? ആ 99 ആളെ കൊന്ന ആളുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? അയാൾ പോയിട്ട് ഒരു സന്യാസിനോടാ ചോദിക്കുന്നത്, വലിയ ആബിദായിട്ടുള്ള ഒരു മനുഷ്യനോട് ചോദിക്കും, ഞാൻ 99 ആളെ കൊന്നു, എനിക്ക് പശ്ചാത്താപം ഉണ്ടോ, പാപമോചനം ഉണ്ടോ? ആൾ പറയും, നിനക്ക് എങ്ങനെ ഉണ്ടാവാൻ? അപ്പൊ 99 ആൾ, കമോൺ, 99 ആളെ വന്നിട്ട് പശ്ചാത്താപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നോ 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 നോ, യു വിൽ നെവർ ഗെറ്റ് ഫോർഗിവ്നെസ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാളെ അങ്ങോട്ട് കൊന്നു അല്ലെ? അങ്ങനെ 100 തികച്ചു. പക്ഷെ പിന്നെ അയാൾ പശ്ചാത്തപിച്ചിട്ട് അയാൾ ഒരു നാട്ടിലേക്ക് പോയി
വേറൊരാൾ അയാളോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകണം, അവിടെ പോയി പശ്ചാത്തപിച്ചാൽ ആ ആളുകളോടൊപ്പം ജീവിച്ചാൽ നിങ്ങൾക്ക് ഇനി കൊലപാതകം നടത്തേണ്ടി വരില്ല. അങ്ങനെ പോണ വഴിക്ക് അയാൾ മരിച്ചു. മരിച്ചപ്പോൾ മലക്കുകൾ വന്നിട്ട്, അത് നമുക്ക് കഥ അറിയാം അല്ല, ഞാനത് വിശദീകരിക്കുന്നില്ല. അവസാനം ഏത് മലക്കുകളാണ് അയാളുടെ റൂഹിനെ കൂട്ടിക്കൊണ്ടു പോയത്? നന്മയുടെ റഹ്മത്തിന് നന്മ. റഹ്മത്തിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകളാണ് എന്ന് പറഞ്ഞാൽ അത്രയും മെസ്ഡപ്പ് ആയ ഒരാള്, ബിക്കോസ് ഹി ജസ്റ്റ് വൺസ് ആസ്ക്ഡ് അല്ലാഹ് ഫോർ ഫോർഗിവ്നെസ്, അല്ലാഹ് ഫോർഗേവ് ഹിം. അതേസമയം ഒരുപാട് ഇബാദത്ത് ചെയ്ത ആള് ചിലപ്പോ അള്ളാന്റെ അടുത്ത് പശ്ചാത്തപിച്ച, ഞാൻ പറയണ എല്ലാം കോമൺ ആയിട്ട് പറയല്ല, ജനറലൈസ് ചെയ്ത് പറയല്ല, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് പശ്ചാത്തപിക്കാൻ നമുക്ക് എന്ത് വേണ്ടതില്ല, ഒരു കണ്ടീഷനും ഇല്ല. അള്ളാഹുടെ മുമ്പിൽ പശ്ചാത്തപിക്കാൻ ദർ ഇസ് നോ കണ്ടീഷൻ. ദ ഓൺലി കണ്ടീഷൻ ഇസ് ദാറ്റ് യു ജെന്യുവൻലി സീക്ക് അള്ളാഹ്സ് ഫോർഗിവ്നെസ്. അങ്ങനെ ഇരിക്കെ പിന്നെ ഇവരെന്തുകൊണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമോട് പറഞ്ഞു ഇസ്തഗ്ഫിർ ലനാ യാ അബാന? ശരിക്കും ഇവർ പറയേണ്ടിയിരുന്ന എന്താ? പിതാവെ തെറ്റുപറ്റി, അല്ലെ? പിതാവെ തെറ്റുപറ്റിപ്പോയി, ഞങ്ങള് നസ്തഗ്ഫിറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹിനോട് പശ്ചാത്തപിക്കുന്നു, എങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്? പക്ഷെ അവര് പറഞ്ഞത് എന്താ? യാ അബാന അസ്തഗ്ഫിർ ലന, വാപ്പ ഞങ്ങൾക്ക് വേണ്ടി പശ്ചാത്താപം ചോദിക്കൂ. അപ്പൊ അതും നമ്മൾ നേരത്തെ പറഞ്ഞ വ്യാഖ്യാനത്തിന്റെ കൂട്ടത്തിൽ, അതായത് അവര് ജനുവിനില് അവർ പശ്ചാത്തപിക്കുകയാണ്, അവർ ചെയ്ത മിസ്റ്റേക്കിനെ അവർ മനസ്സിലാക്കി എന്ന് വിചാരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ടെക്സ്റ്റില് ഖുർആനിൽ തന്നെ തെളിവുണ്ട്. ഇപ്പൊ ഉദാഹരണം നോക്കൂ, പ്രവാചകൻ രണ്ട് ആയത്ത് ഞാൻ ഉദ്ധരിക്കാം, രണ്ടായത്ത്. ഒന്ന് സൂറത്ത് തൗബയിലെ 103-ാമത്തെ ആയത്ത്. സൂറത്ത് തൗബയിലെ 103-ാമത്തെ ആയത്ത്. ആ 103-ാമത്തെ ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് പറയാണ്, താങ്കൾ അവരിൽ നിന്ന് ഒരു സദഖ സ്വീകരിക്കണം. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. ആ സദഖ അവരെ തുതഹിറുഹും, അവരെ ശുദ്ധീകരിക്കുന്നു, വതുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു, വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. ഇന്ന സ്വലാത്തക സെക്കനുല്ലഹും, താങ്കളുടെ പ്രാർത്ഥന അവർക്ക് എന്താണ്? ഒരു ശാന്തിയാണ്, സമാധാനമാണ്. ഇറ്റ്സ് എ പീസ് ഫോർ ദം. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇവിടെ ശരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന എന്താണ്? എല്ലാവർക്കും ഒരു സമാധാനമാണ്, അല്ലെ? നമുക്ക് നാളെ പരലോകത്ത് അള്ളാന്റെ റസൂലിന്റെ ഷഫാഅത്ത് കിട്ടുന്നത് വലിയൊരു സമാധാനമാണ്, നമുക്ക് എല്ലാവർക്കും അത് അറിയാം, അല്ലെ? അതുപോലെ റസൂല് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി അള്ളാന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലെ? അത് കേൾക്കുന്നത് നമുക്ക് എന്താണ്? ഇറ്റ്സ് ഇൻ ഇറ്റ് സെൽഫ് ഇസ് എ കംഫർട്ട് ഫോർ അസ്. റസൂല് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പോൾ പ്രവാചകന്മാരുടെ അത്തരം പ്രാർത്ഥന എന്താണ്? ഒരു കംഫർട്ടാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ഈ യാക്കൂബ് നബി അലൈഹി സ്വലാം പ്രവാചകനാണല്ലോ. യാക്കൂബ് നബിയോട് പറഞ്ഞത് ഇസ്തഗ്ഫിർ ലനാ യാ അബാന ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങൾ പശ്ചാത്തപിച്ചാൽ ചിലപ്പോ അള്ളാഹ് ആ പശ്ചാത്താപം ഇപ്പൊ സ്വീകരിച്ചോളണമെന്നില്ല. കാരണം വി ആർ ഇൻ എ ഡീപ് ട്രബിൾ, അല്ലെ? നമ്മളൊരു വലിയ ട്രബിളിലാണ് ഇപ്പോൾ ഉള്ളത്. സോ അവർ ഫാദർ പ്ലീസ് സീക്ക് ഫോർഗിവ്നെസ്. ഇത്. പക്ഷെ അതേസമയം ഇങ്ങനെ പ്രവാചകന്റെ പ്രാർത്ഥന അങ്ങനെ സമാധാനമായിരിക്കെ തന്നെ ചിലർക്ക് അള്ളാന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അതാർക്കാ? മുനാഫിക്കുകൾക്ക്, അല്ലെ? സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിർ അല്ലാഹു ലഹും. താങ്കൾ അവർക്ക് വേണ്ടി പശ്ചാത്താപത്തിന് അർത്ഥിച്ചാലും അർത്ഥിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ സമമാണ്, അള്ളാഹ് ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ബിക്കോസ് ദേ ആർ ഡൂയിങ് ഇറ്റ് ഡെലിബറേറ്റ്ലി. ദേ ആർ നോട്ട് റെഡി ടു സീക്ക് അള്ളാഹ്സ് ഫോർഗിവ്നെസ്. അതുകൊണ്ട് അള്ളാഹിന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു ജനത്തിന് അള്ളാഹ് എന്തിനു പുറത്തു കൊടുക്കണം? ഓക്കെ. പക്ഷെ ജനറലി റസൂല് പ്രാർത്ഥിച്ചാൽ എന്താണ്? ആ പ്രാർത്ഥന അള്ളാഹു പുറത്തു കൊടുക്കും. ഇനി രണ്ടാമത്തെ ആയത്ത് സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്തില്, അതും മദീനയിലെ ഒരു സംഭവം വെച്ചിട്ട് പറയണം. ഒമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. നാം ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം അവരെ മറ്റുള്ളവർ അനുസരിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അതായത് പ്രവാചകന്മാരെ അള്ളാഹ് അയച്ചത് എന്തിനാ? മറ്റുള്ളവര് അവരനുസരിക്കണം അള്ളാഹിന്റെ അനുവാദ പ്രകാരം. മീൻസ് അള്ളാഹുവിന്റെ കൽപ്പന അവർ പറയുന്നിടത്തോളം അവരനുസരിക്കണം. ഇനി വലൗ അന്നഹും ഇദ് ലലമു അൻഫുസഹും, ഇനി ഈ പ്രവാചകൻ ജീവിച്ചിരിക്കെ അവർ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചാൽ, ജാഊക, എന്നിട്ട് അവർ താങ്കളുടെ അടുക്കൽ വന്നാൽ, ഫസ്തഗ്ഫറുല്ലാ, എന്നിട്ട് അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്താൽ,
വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, ആ പ്രവാചകൻ അവർക്ക് വേണ്ടി പശ്ചാത്താപത്തിന് അർത്ഥിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹുവിനെ താങ്കൾക്ക് ഒരുപാട് പശ്ചാത്താപം സ്വീകരിക്കുന്നവനായിട്ടും ഒരുപാട് ലവിങ് ആൻഡ് കെയറിങ് കാരുണ്യവാനായിട്ടും കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ സംഭവവും മദീനയിലെ ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചപ്പോൾ അവരോട് അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് ജനുവലി പശ്ചാത്താപം ഉണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ സ്വയം തന്നെ നിങ്ങൾ പശ്ചാത്തപിക്കുകയും അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി പശ്ചാത്താപത്തിന് അള്ളാഹുവിനോട് അർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇഷ്ടം പോലെ പുറത്തു തരും. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ദാറ്റ് അവർ, ഈ ബ്രദേഴ്സ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയോട് പറഞ്ഞ കാര്യം, ബാപ്പ ഞങ്ങൾക്ക് വേണ്ടി പശ്ചാത്താപത്തിന് അർത്ഥിക്കണം എന്ന് പറഞ്ഞ കാര്യം, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, ക്വൈറ്റ് നോർമൽ, ബിക്കോസ് ദേ തോട്ട് യാക്കൂബ് അലൈഹി ഇസ്ലാം, നോട്ട് ദേ തോട്ട്, ദേ ആർ ഷുവർ യാക്കൂബ് അലൈഹി ഇസ്ലാം is a prophet. He is a very kind-hearted man. He's genuinely has a very good relationship with Allah. So I need his involvement in seeking forgiveness for us. We will also do that. അപ്പോൾ അവര് അത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയോട് പറഞ്ഞു, അങ്ങനെ ഞങ്ങളുടെ പാപങ്ങൾ മാത്രമല്ല, അവര് അവർ സിൻസ് ദുനൂബന എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് അവർ ജെനുവിൻലി പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫുള്ളി എന്താ പറയാ, കൺഫഷണൽ സ്റ്റേറ്റിലാണ് ഉള്ളത്. പൂർണ്ണമായിട്ടും അവര് തങ്ങളുടെ പാപങ്ങളെ അംഗീകരിക്കുകയും കുറ്റങ്ങളെ അംഗീകരിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ വിനയാന്യതരായിട്ട് അത് പറയുകയും ചെയ്യുകയാണ് പിന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. അവർ അവരുടെ തെറ്റുകൾ കാരണമായിട്ട് ആ തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ട് അവർക്ക് വല്ലാത്ത ഒരു ദേ ഹാവ് എൻ ഓവർവെമിങ് ഫീലിംഗ്, അവരുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ഈ ഒരു സിറ്റുവേഷൻ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയോട് അവർ പശ്ചാത്താപത്തിന് അർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം വരാം, ഇത്രയും പ്രയാസപ്പെട്ട ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവർക്ക് വേണ്ടി പശ്ചാത്താപം തേടണം എന്നതായിരിക്കും അവരുടെ മനസ്സ്. അപ്പോൾ അതിന് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് ഉദാഹരണം കിട്ടും. ഇപ്പോൾ ജസ്റ്റ് വൺ എക്സാമ്പിൾ എടുത്തു നോക്ക്. ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് ഉഹദ് യുദ്ധത്തിൽ ആ ഒരു 50 അമ്പെയ്ത്തുകാരെ ഉഹദ് മലയുടെ ആ യുദ്ധം നടക്കുന്ന ഭാഗത്തിന് പിറകിലായിട്ട് അള്ളാന്റെ റസൂൽ നിർത്തിയിരുന്നു, അല്ലെ? നമുക്ക് കഥ അറിയാം, ചരിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താ സംഭവിച്ചത്? യുദ്ധം മുസ്ലിങ്ങൾ ജയിക്കുന്നു എന്ന് കാണുമ്പോൾ ഈ ആർച്ചേഴ്സ്, ഈ വില്ലാളി വീരന്മാര്, അവര് പിന്നെ വലിയ ഗനീമത്ത് സ്വത്ത്, അല്ലെ, ഈ ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ വലിയ പടച്ചട്ടകള്, അമ്പ്, കുതിരകള്, ഒട്ടകങ്ങള്, വാളുകള്, ഇതൊക്കെ കൂടെ കണ്ടിട്ട്, കാരണം അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സമ്പത്താണ് അതൊക്കെ, അല്ലെ? ഒട്ടകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ലാൻഡ് ക്രൂയിസർ അല്ലെങ്കിൽ എന്നൊക്കെ പറയാവുന്ന വലിയ വാഹനങ്ങളുടെ ഒക്കെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന സാധനമാണ്. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ശത്രുക്കൾ പോകുന്ന കാണുമ്പോൾ ഇതിൽ ആകൃഷ്ടരായിട്ട് അവരെന്ത് ചെയ്യണ്? ആ പിന്നെ മലയിൽ നിന്ന് ഇറങ്ങി വരണം. അവിടെ റസൂൽ അവരോട് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ മൃതദേഹങ്ങൾ കഴുകന്മാർ കൊത്തിവലിക്കുന്നത് കാണുകയാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെ നിന്ന് ഇറങ്ങരുത് എന്ന് നമുക്ക് ശക്തമായ വാണിംഗ് കൊടുത്തിരുന്നു. പക്ഷെ ആ വാണിംഗ് ഒക്കെ അവർ മറന്നുപോയി. അവർ ഇറങ്ങി വന്നു. അവരിറങ്ങി വന്നതിന്റെ ഫലമായിട്ട് എന്തുണ്ടായത് നമുക്കറിയാം. 70-ൽ പരം സഹാബികൾ രക്തസാക്ഷികളായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓൾമോസ്റ്റ് കിൽഡ്, അല്ലെ, ഹി വാസ് ഓൾമോസ്റ്റ് കിൽഡ് എന്ന് പറഞ്ഞാൽ 2 അമ്പുകൾ പ്രവാചകന്റെ മുഖത്തേക്ക് തറച്ചു. 2-3 ആളുകൾ ചേർന്നിട്ടാണ് ആ അമ്പ് വലിച്ചൂരിയെന്ന് പറയുന്നത്. സീരിയസ്ലി, ഹി വാസ് സീരിയസ്ലി ഇൻജുവേർഡ്. എത്രത്തോളം എന്ന് വെച്ചാൽ കുറെ ദിവസങ്ങൾ പ്രവാചകന് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും, അന്നത്തെ കാലത്ത് സർജറിയോ പിന്നെ മരുന്നോ ഓയിൻമെന്റോ ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് അലി റളിയല്ലാഹുനും ഫാത്തിമ റളിയല്ലാഹു അൻഹയും കൂടെ കൂടിയിട്ട് ഒരു പേസ്റ്റ്, ഒരു നാടൻ മരുന്നിന്റെ പേസ്റ്റ്, പച്ചില കൂട്ടി ഒരു പേസ്റ്റ് ഉണ്ടാക്കി അത് പ്രവാചകന്റെ മുഖത്ത് ആ പേസ്റ്റ് പരത്തിയതൊക്കെ ആയിട്ട് നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ സാധിക്കും. അതിനേക്കാളൊക്കെ പ്രവാചകന് വിഷമമായിട്ട് എന്താ, ക്ലോത്തിന് കത്തിച്ച് മരുന്നുണ്ടാക്കി അങ്ങനെയുണ്ടല്ലോ. ആ അതെ അതെ, അങ്ങനെയുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, അതായത് അതിന് ഉദ്ദേശം എന്താ വെച്ചാല് വളരെ പ്രകൃതിപരമായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുഖപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോ പിന്നെ അതിനേക്കാൾ വിഷമമുള്ള ഒരു സംഭവം എന്തായിരുന്നു?
ഹംസ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ പിതൃവ്യൻ, പ്രവാചകന് തുടക്കത്തിൽ, അതായത് മക്കയിലെ ജീവിതത്തിൽ ഏറ്റവും അധികം ഒരു സമാധാനം കിട്ടി കൊടുത്തിരുന്ന ആളാണ് ഒരു പിതൃവ്യൻ ഇസ്ലാം സ്വീകരിച്ചത്, ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്. വളരെ ധൈര്യശാലിയായിരുന്നു. അദ്ദേഹത്തെ കൊന്നു. അദ്ദേഹം രക്തസാക്ഷിയായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നെഞ്ച് പിളർന്ന് കരളെടുത്ത് ചവച്ചു തുപ്പി. അദ്ദേഹത്തിന്റെ മൂക്ക് മുറിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ഫിംഗർ ടിപ്സ് അതൊക്കെ വെട്ടിക്കളഞ്ഞു. അല്ലെ? അപ്പോൾ സാധാരണഗതിയിൽ ഒരു യുദ്ധത്തിലും പണ്ട് കാലത്തും യുദ്ധത്തിൽ പാലിക്കുന്ന ചില മര്യാദകളുണ്ട്. അത് ശത്രുക്കളുടെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ എത്ര 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 വലിയ ശത്രുക്കൾ, ശബ്ദം ഉണ്ടാക്കുന്നവർ മ്യൂട്ട് ചെയ്യും കേട്ടോ. ഈ എത്ര വലിയ ശത്രുക്കളാണെങ്കിലും എന്ത് ചെയ്യും അവര്? പിന്നെ ബോഡി, ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യൂല ബോഡിയെ. ആ ബോഡി തിരിച്ചു വന്ന് പരാജയപ്പെട്ട സംഘത്തിന് തന്നെ തിരിച്ചു വന്ന് അതെടുത്ത് മറവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. എത്രത്തോളം വെച്ചാൽ അബൂ സുഫിയാൻ പറഞ്ഞു, ഐ നോ വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് റോങ്. അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ ഐ വിൽ നോട്ട് സ്റ്റോപ്പ് ദം, ഐ വോണ്ട് സ്റ്റോപ്പ് ദം. ഞാൻ അവരെ നിർത്തൂല, അവരെ തടയില്ല എന്ന് വരെ ആര് പറഞ്ഞു? അബൂ സുഫിയാൻ. അത്രത്തോളം ദേഷ്യം അവർക്ക് ബദർ യുദ്ധത്തിലെ പരാജയത്തെ കുറിച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. ഓക്കെ, സ്റ്റോറി നമുക്കറിയാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഖുതുബ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ടുള്ള ഖുതുബയില് എങ്ങനെയായിരിക്കും സംസാരിക്കേണ്ടതുണ്ടാവുക? എങ്ങനെയായിരിക്കും സംസാരിക്കേണ്ടതുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തത്തിന് തന്നെ മുറിവേറ്റു, സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബികൾ, മിസ്അബ് ബിൻ ഉമൈർ, ആദ്യമായിട്ട് മദീനയിലേക്ക് അയച്ച മിസ്അബ് ബിൻ ഉമൈറിനെ പോലുള്ള വളരെ കുലീനരായിട്ടുള്ള സഹാബികൾ വരെ മരിച്ചു കിടക്കുന്നു. അവരൊക്കെ രക്തസാക്ഷികളായി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ അമ്പെയ്ത്തുകാരിൽ നല്ലൊരു ശതമാനം കൊല്ലപ്പെട്ടു. പക്ഷെ കൊല്ലപ്പെടാത്ത ബാക്കി അമ്പെയ്ത്തുകാർ അവിടെ ഉണ്ട്. അല്ലെ? ആ കുത്തുബയിൽ ഇരിക്കുന്നുണ്ട് പള്ളിയിൽ. എങ്ങനെയായിരിക്കും കുത്തുബ നടത്തുക? നമ്മളൊക്കെ ആണെങ്കിൽ ആ അവലോകന യോഗം ഏറ്റവും വളരെ, അല്ലെ, ഒരു ടെൻസ് ആയിട്ടുള്ള അവലോകന യോഗമായിരിക്കും. പക്ഷേ അള്ളാഹു റസൂലിനോട് പറഞ്ഞെന്താ? അല്ലെ? ഇവിടെ ആ ആയത്ത് സൂറത്ത് ആലിമ്രാനിൽ 152 മുതൽ 159 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. വലഖദ് സദഖകുമുല്ലാഹു വഅദഹു ഇത് തഹസ്സൂനഹും ബിഇദ്നിഹി ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംർ വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂന മിൻകും അറാകും മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അള്ളാന്റെ റസൂലിനെ ധിക്കരിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ വ്യത്യാസം ഉണ്ടായി. കുറച്ചു പേര് പറഞ്ഞു അവരോട്, നിങ്ങൾ പോകരുത്. ഈ ആർച്ചേഴ്സിനോട് പലരും പറഞ്ഞു നിങ്ങൾ പോകരുത്. പക്ഷെ അതൊക്കെ അള്ളാഹു എടുത്തിട്ട് ഉദ്ധരിക്കാണ്. ഒമിൻകുമ്മ യുരീദു ദുനിയ, നിങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവ് ആഗ്രഹിക്കുന്നവരുണ്ടായിരുന്നു. ഒമിൻകുമ്മ യുരീദുൽ ആഖിറ, നിങ്ങളുടെ കൂട്ടത്തിൽ പരലോകം ആഗ്രഹിക്കുന്നവരുണ്ടായിരുന്നു. സുമ്മ സറഫക്കും മൻഹും ലിയബ്തലിയക്കും, പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളെ ചിലർ തെറ്റിച്ചു കളഞ്ഞു, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. പക്ഷെ വലഖദ് അഫല്ലാഹു അൻകും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നു. വല്ലാഹു ദു ഫദ്ലിൻ അലൽ മുഅ്മിനീൻ, അള്ളാഹു സത്യവിശ്വാസികളോട് കാരുണ്യവാനാണ്, ഔദാര്യവാനാണ്. ഇത് അള്ളാന്റെ കാര്യം പറഞ്ഞത്. എന്നിട്ട് റസൂലിനോട് തിരിഞ്ഞിട്ട് ആലിമ്രാനിലെ 159 ആയത്തില് അള്ളാഹു റസൂലിനോട് ഒരു കാര്യം പറഞ്ഞു. അത് വളരെ 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 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെന്താണെന്നറിയോ? ഫബിമാ റഹ്മത്തി, ആ ആയത്ത് അള്ളാഹു സ്റ്റാർട്ട് ചെയ്ത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, ലിൻതലഹും, താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറി. സൗമ്യമായിട്ട് പെരുമാറാനുള്ള ഒരു പ്രചോദനം കൊടുക്കണം അള്ളാഹു. അപ്പൊ അള്ളാഹ് അത് പറയണ എങ്ങനെയാ നോക്കിയേ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും, അള്ളാന്റെ കാരുണ്യം കൊണ്ട് താങ്കൾ അവരോട് സൗമ്യമായിട്ട് പെരുമാറണം എന്നല്ല പറയുന്നത്. പിന്നെയോ പെരുമാറി കഴിഞ്ഞു. ലിൻതലഹും, you did in a soft, you did soft behavior, you showed soft behavior on them. അല്ലെ? അവരോട് അങ്ങനെ അള്ളാഹ് പറയുമ്പോൾ റസൂലിന് പിന്നെ മറിച്ച് ചെയ്യാൻ സാധിക്കുമോ? അപ്പം ആ വാക്കുകളിൽ പോലും, അള്ളാഹു ഉപയോഗിക്കുന്ന വാക്കുകളിൽ പോലും നല്ല യുക്തിയുണ്ട്. എന്നിട്ട് പറയണ വലൗ കുന്ത ഫല്ലൻ, താങ്കൾ ഒരു പരുഷ സ്വഭാവി ആയിരുന്നുവെങ്കിൽ, ഇഫ് യു വർ ടഫ് ഖലീലൽ ഖൽബ്, ഒരു കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, if your hurt was so rough and tough, then what would have happened? lam fallu min hawlik, they would have gone away from you. അവര് താങ്കളുടെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു. ഫഅഫു അൻഹും,
എന്നിട്ടാണ് പറയുന്നത് ഫഅഫു അൻഹും, അവർക്ക് വിട്ടുകൊടുക്കൂ. അപ്പൊ പഴയത് ഓർമ്മിപ്പിക്കാണ്. റസൂലെ, ഇതുവരെ താങ്കൾ അവരോട് വളരെ സൗമ്യമായിട്ടാണ് പെരുമാറിയത്. ഇപ്പൊ അവർ ചെറിയ മിസ്റ്റേക്ക് ആണോ സംഭവിച്ചത്? നോ നോ നോ, വെരി സീരിയസ് മിസ്റ്റേക്ക്, വെരി ക്രൂഷ്യൽ മിസ്റ്റേക്ക്. ആളുകളുടെ ജീവൻ അല്ലെ, പ്രവാചകന്റെ അടുത്ത ആളുകളുടെ ജീവൻ, പ്രവാചകൻ തന്നെ വധിക്കപ്പെട്ടു എന്ന് കിംവദന്തി പറയുന്ന യുദ്ധമാണത്, റൂമർ ഉണ്ടായ യുദ്ധമാണത്. അപ്പോ അതെല്ലാം കഴിഞ്ഞിട്ട് ആ യുദ്ധം അവലോകനം ചെയ്തിട്ട് അള്ളാഹ് പറയുന്ന വാക്കാണിത്, ഫഅഫു അൻഹും, അവർക്ക് വിട്ടുകൊടുക്കൂ, വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കൂ, വശാവിർഹും ഫിൽ അംർ, ഇനിയും അവരോട് കൂടി ആലോചിക്കൂ. അതാണ് അതാണ് അതിനേക്കാളും ഭീകരം. ഇനി അവരോട് കൂടിയാലോചിക്കാം. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്ത ആളുകളോട് കൂടിയാലോചിക്കാൻ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും നമ്മളല്ലേ. കാരണം ഇത്ര ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ട് അത് ലംഘിച്ച് ഇത്ര ആളുകളുടെ വധത്തിന് കാരണമായവരോട് കൂടിയാലോചിക്കാനോ? പക്ഷെ അള്ളാഹ് പറയാണ് ഷാവിർഹും ഫിൽ അംർ ഫൈദ അസംത, താങ്കൾ ഒരു കാര്യം തീരുമാനിച്ചാൽ ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിനോട് എല്ലാം പരമേൽപ്പിക്കുന്ന, അല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, അങ്ങനെ പശ്ചാത്തപിക്കണമെങ്കിൽ എന്തു വേണം? ആ ഒരു സ്നേഹം, അവർ ചെയ്ത തെറ്റുകൾ ഉണ്ടായിരിക്കെ തന്നെ അവർക്ക് വേണ്ടി പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സ് റസൂല്, പ്രവാചകന്മാർക്ക് മാത്രമേ കാണിക്കാൻ സാധിക്കുള്ളൂ. പ്രവാചകന്മാർക്ക് പോലും പലപ്പോഴും കാണിക്കാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിരുന്നു. വഹ്ഷിനോട് എന്താ പ്രവാചകൻ പറഞ്ഞത്? വഹ്ഷിനോട്, നിനക്ക് മുമ്പിൽ വരരുത്. നിനക്ക് ഞാൻ പുറത്തു നിന്നുണ്ട്, പക്ഷെ എന്റെ മുമ്പിലേക്ക് വരരുത്. അപ്പം ദാറ്റ്സ് എ സീരിയസ് മിസ്റ്റേക്ക്. അപ്പൊ ഇവിടെ ഇവര് യാക്കൂബ് നബി അലൈഹി സ്വലാമയോട് പശ്ചാത്താപം ചെയ്യാൻ പറയുന്നതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, പ്രവാചകന്മാർ ഇങ്ങനെയുള്ളവരാണ്, അവര് അവർക്ക് മാത്രമേ അങ്ങനെ തങ്ങളോട് പൊറുക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, പ്രവാചകന്മാർ അങ്ങനെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നത് എന്തറിയാം, അവർക്കറിയാം. ചില ആളുകളുണ്ട്, നമ്മൾ ചിലരോട് പുറത്തു തരാൻ പറഞ്ഞാൽ അള്ള പുറത്തു തരട്ടെ എന്ന് പറയും. പക്ഷെ അള്ള പുറത്തു തരട്ടെ എന്ന് പറയുന്നതായിരിക്കും ഒരു ഇൻസൾട്ട് ആയിരിക്കും അല്ലെ. ചില ആളുകൾ, നിങ്ങൾ അള്ളഹാനോട് എനിക്ക് വേണ്ടി പറഞ്ഞ അള്ള പുറത്തു തരട്ടെ, വിളിച്ചിട്ട് പറയണ മോൾക്ക് അള്ള പുറത്തു തരട്ടെ. അള്ള പുറത്തു തരട്ടെ എന്ന് പറയുന്നത് ഒരു ഇൻസൾട്ടാണ്. എന്താ കാരണം? നീ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, പടച്ചോൻ തന്നെ നിനക്ക് ചിലപ്പോഴേ പുറത്തു തരുള്ളൂ എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെ. അങ്ങനത്തെ ഒരു പുറത്തു തരാനല്ല ഇവർ പറയുന്നത് ജെന്യുവിൻലി അങ്ങനെ പറയാണ്. ഓക്കെ, അപ്പം ആ ഒരു ആത്മാർത്ഥത പ്രവാചകന്മാരിൽ കാണും എന്ന് ഇവർക്കറിയാം. പ്രവാചകനോടൊപ്പം ജീവിച്ച ആളുകളാണല്ലോ ഇവര്. ആ അർത്ഥത്തിലാണ് അവരത് പറയുന്നത്. ഇനി യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് പറയുന്നത് എന്താ? കാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, വെരി സൂൺ ഐ വിൽ ആസ്ക് മൈ മാസ്റ്റർ ടു ഫോർഗിവ് യു. അടുത്ത ഭാവിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ നാഥൻ, എൻ്റെ രക്ഷിതാവിനോട് നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ പറയും, ഇവർ ഇത്ര ജെനുവിൻ ആയിരുന്നുവെങ്കിൽ, ഇവർ ഇത്ര ആത്മാർത്ഥമായിട്ടാണ് പശ്ചാത്താപം തങ്ങൾക്ക് വേണ്ടി. എങ്ങനെ? ചോദിച്ചോ. സായും സൗഫയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ ആണ് അത്. അതായത് സഅസ്തഗ്ഫിറുലക്കും സൗഫ അസ്തഗ്ഫിറുലക്കും. സഅസ്തഗ്ഫിറുലക്കും എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ഞാൻ പശ്ചാത്താപത്തിന് അർത്ഥിക്കാം അള്ളാഹുവിനോട് എന്നാണ് സഅസ്തഗ്ഫിറു. അതിനൊരു ടൈം ബൗണ്ട് ഇല്ല. പക്ഷെ സൗഫ എന്ന് പറഞ്ഞാൽ വെരി സൂൺ എന്ന അർത്ഥത്തിലാണ്. അതായത് ഭാവിയിൽ തന്നെ, രണ്ടും ഭാവിയെ കുറിക്കുന്നതാണ്. പക്ഷെ സൗഫ എന്ന് പറയുമ്പോൾ വെരി സൂൺ ഇറ്റ് വിൽ കം. മനസ്സിലാവുന്നുണ്ടോ? സ എന്ന് പറയുമ്പോൾ സഅസ്തഗ്ഫിറു എന്നാണെങ്കിൽ അവിടെ ഒരു ടൈം ഇല്ല. ഞാൻ 40 കൊല്ലം കഴിഞ്ഞിട്ട് പശ്ചാത്തപിക്കാം, 1 കൊല്ലം കഴിഞ്ഞിട്ട് പശ്ചാത്തപിക്കാം എന്നൊക്കെയാണ്. പക്ഷെ സൗഫ എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ട്? ഭാവിയിൽ തന്നെ സംഭവിക്കാനുള്ളതാണ്. പക്ഷെ വെരി സൂൺ എന്നൊരു മീനിങ് കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ആ വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇവിടെ യാക്കൂബ് അലൈഹി സ്വലാം ഉപയോഗിച്ചത് സൗഫ എന്നുള്ള പദമാണ്. സൂൺ ഐ വിൽ ആസ്ക് ഫോർഗിവ്നെസ് ടു മൈ മാസ്റ്റർ എന്നാണ്. അപ്പോൾ അതിന് 4 വ്യാഖ്യാനം പറയപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ശരിക്കും ഇവർ ജെനുവിൻ ആണല്ലോ. നമ്മളിപ്പോ ആ ഒരു ബേസിലാണല്ലോ ഇപ്പോഴത്തെ വ്യാഖ്യാനം പറയുന്നത്. ഇവർ ജെനുവിൻ ആണ്, ആത്മാർത്ഥമായിട്ടാണ് ഇവരുടെ തെറ്റുകൾ ഇവർ സമ്മതിച്ചിട്ടുള്ളത്. അപ്പോ സ്വാഭാവികമായിട്ടും പിന്നെ എന്തിനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം സൗഫ, വെരി സൂൺ ഐ വിൽ
ആസ്ക് മൈ മാസ്റ്റർ ടു ഫോർഗിവ് യു എന്ന് പറയാൻ കാരണം എൻ്റെ റബ്ബിനോട് നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ തന്നെ പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ തന്നെ അള്ളഹാനോട് ഞാൻ പശ്ചാത്തപിക്കാന്ന് പറയാം. അപ്പൊ അതിനുള്ള വ്യാഖ്യാനം 4 രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് പറയുന്നത്, ഓക്കെ, നിങ്ങൾ പശ്ചാത്തപിച്ചു, യു ആർ സിൻസിയർ, പക്ഷേ യുവർ സിൻ ഈസ് സോ സീരിയസ്, നിങ്ങളുടെ കുറ്റം വളരെ സീരിയസ് ആണ്. സോ ദാറ്റ് ഐ വിൽ ആസ്ക് അള്ളാഹ്സ് ഫോർഗിവ്നെസ് in my prayer, in my tahajjud, when I am very close to Allah, in that particular moment, in that particular place. ഇപ്പൊ തന്നെ ഞാൻ പശ്ചാത്തപിക്കില്ല, മറിച്ച് എനിക്ക് എൻ്റെ അള്ളാഹുമായിട്ട്, എൻ്റെ റബ്ബുമായിട്ട് ഇരിക്കുന്ന ഒരു സ്പെഷ്യൽ അവർ ഉണ്ട്, സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ട്, ആ സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്, അവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിക്കാം. അതാണ് ഒരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് പശ്ചാത്തപിച്ചു വന്നു, ശരിയാണ്, നിങ്ങൾക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപമുണ്ട്, പക്ഷേ നിങ്ങളുടെ കുറ്റം അത്രക്ക് സീരിയസ് ആണ്. കാരണം നിങ്ങൾ എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റി ഇത്രയും വർഷം, നിങ്ങൾ എന്നോട് ഷൗട്ട് ചെയ്തു, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യമാരും ഒക്കെ എന്നോട് ഷൗട്ട് ചെയ്തു, എൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്നെ ഇത്ര ബുദ്ധിമുട്ടിച്ചു. അതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു സീക്ക് അള്ളാഹ്സ് ഫോർഗിവ്നെസ് നൗ. ഐ വിൽ വെയിറ്റ് അൺടിൽ ദ റൈറ്റ് മൊമെന്റ് കംസ്. ഏറ്റവും ശരിയായ ഒരു സമയം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പശ്ചാത്തലം. അതാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തത് വ്യാഖ്യാനം, ഞാന് ഇപ്പോ പശ്ചാത്തപിക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഐ വിൽ കണ്ടിന്യൂ ടു പ്രേ, ഞാൻ ഇനിയും അടുത്ത ഭാവിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അതായത്, ഓക്കെ, നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞു, ഓക്കെ, ഐ ആം ഡൂയിങ് ദാറ്റ്, ബട്ട് ഐ ആം നോട്ട് ഓൺലി ഡൂയിങ് ദാറ്റ് നൗ, ബട്ട് ഐ വിൽ കണ്ടിന്യൂ ടു ഡു ദാറ്റ്. ചില ഒരു വ്യാഖ്യാനം പറയുന്നത്, അദ്ദേഹം പിന്നെ 20 വർഷത്തോളം, ഇത് കഴിഞ്ഞ് ഒരു 20 വർഷത്തോളം പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാം അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരുന്നു എന്നൊരു നറേഷൻ, ഒരു തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. ഓക്കെ, അപ്പൊ ആദ്യത്തെ വ്യാഖ്യാനം എന്താ? നിങ്ങൾ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പൊ പറയുന്നില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം, എനിക്കൊരു സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ട് അപ്പൊ. രണ്ടാമത്തത്, ഐ എം ഡൂയിങ് ഇറ്റ് നൗ, നോട്ട് ഓൺലി ഡൂയിങ് ഇറ്റ് നൗ, ബട്ട് വിൽ ആൾസോ കണ്ടിന്യൂ ടു ഡു സോ ഇൻ ഫ്യൂച്ചർ. മൂന്നാമത്തെ വ്യാഖ്യാനം, ഓക്കെ, നിങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ട്, ഐ ഡോണ്ട് ടേക്ക് യുവർ വേർഡ്സ് കംപ്ലീറ്റ്ലി, നിങ്ങളുടെ വാക്കുകളെ ഞാൻ മുഖവിലക്ക് ഇപ്പോൾ എടുക്കുന്നില്ല. യുവർ വേർഡ്സ് ആർ നോട്ട് ഇനഫ്, നിങ്ങളുടെ വാക്കുകൾ മതിയാവുകയില്ല. ഐ ആം ഗോയിങ് ടു വെയിറ്റ് ആൻഡ് സീ, ഞാൻ ഒന്ന് കാത്തിരിക്കാൻ പോവുകയാണ്. പക്ഷേ യു ഷുഡ് നോ ദാറ്റ് അള്ളാഹ് ഇസ് ഫോർഗിവിങ്. അതാണ് അതിനുശേഷം സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? അള്ളാഹ് നിങ്ങൾക്ക് ഒരു പക്ഷെ ഇപ്പൊ തന്നെ പുറത്തു തരും. ഐ ആം ഗോയിങ് ടു വെയിറ്റ് ആൻഡ് സീ. അവിടെയും അവരുടെ ആത്മാർത്ഥത അദ്ദേഹം ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങളുടെ വാക്കുകൾ ആത്മാർത്ഥമാണെങ്കിൽ ആ ആത്മാർത്ഥതയുള്ളതിനെ എനിക്കൊന്ന് കാണണം. ഐ എം ഗോയിങ് ടു വെയിറ്റ് ആൻഡ് സീ. ഞാൻ കുറച്ച് കാത്തിരിക്കാൻ പോവാണ്. ദെൻ ഐ വിൽ പ്രേ ഫോർ യു. അപ്പൊ അതിന്റെ അർത്ഥം സൗഫ എന്ന് പറഞ്ഞാൽ വെരി സൂൺ എന്നല്ല. വെനെവർ ഐ ഫീൽ ദാറ്റ് യു ആർ സിൻസിയർ, you are genuinely seeking forgiveness, then I am going to ask Allah for forgiveness. മൂന്നാമത്തെ വ്യാഖ്യാനം അതാണ്. നാലാമത്തെ വ്യാഖ്യാനം, ഐ ക്യാൻ forgive you now, എനിക്ക് നിങ്ങൾക്ക് ഇപ്പൊ പുറത്തു തരാം, പക്ഷേ പിന്നെ ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ദിസ് മെമ്മറി വിൽ ഹോണ്ട് മീ, അല്ലെ? ഈ മെമ്മറി എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, എന്നാലും എൻ്റെ മകനെ അവര് കണ്ടിലിട്ടല്ലോ, എന്നാലും അവരൊരു കള്ള ഷർട്ടുമായിട്ട് എൻ്റെ അടുത്ത് വന്നല്ലോ, ബിന്യാമീനോട് അവരിങ്ങനെ ചെയ്തല്ലോ, എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുമാറ് എന്നോട് അവർ ഷൗട്ട് ചെയ്തല്ലോ. ഈ ടോർച്ചറൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ഭാവിയിലും ഓർക്കും. ദെൻ ഐ വിൽ ഡു ഇറ്റ് അഗൈൻ. അപ്പൊ ഇപ്പോൾ ഞാൻ പശ്ചാത്തപിക്കുന്നു, എപ്പോഴൊക്കെ ഇതിന്റെ മെമ്മറി രണ്ടാമത് എൻ്റെ കംസ് ബാക്ക് ടു മൈ മൈൻഡ്, അതെൻ്റെ മനസ്സിലേക്ക് വരുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അത് ചെയ്യും. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചില ഫൈറ്റുകൾ ഉണ്ടാവും, അല്ലെ? ഭാര്യ ഭർത്താവ് സഹോദരങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ സെറ്റിൽ ചെയ്യും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും അത് കൊണ്ടുവരും. അപ്പോൾ അന്നല്ലേ നീ പറഞ്ഞത് പുറത്തു നിന്ന്, അന്നല്ലേ നീ എല്ലാം മറന്നു എന്നൊക്കെ പറയും. പക്ഷെ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അത് എടുത്തിടും, അല്ലെ? പ്രത്യേകിച്ച് വീട്ടിലൊക്കെ അങ്ങനെ കാണാം, അല്ലെ? ഉണ്ടാവാറില്ലേ? ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ടാ? അപ്പോൾ അവിടെ
അതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നത്. ഞാന് പുറത്തു തന്നു. പക്ഷെ ചിലപ്പോഴെന്ത് വരും? എനിക്ക് ഈ ഓർമ്മകൾ ഇങ്ങനെ വരും. ആ ഓർമ്മകൾ വരുമ്പോ അപ്പോഴും ഞാൻ എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് പശ്ചാത്താപത്തിന് അർത്ഥിക്കാം. വെൻ ദ മെമ്മറി കംസ് ബാക്ക്. അപ്പൊ ആ 4 വിശദീകരണം. ഓക്കെ? അത് ഓർത്തിരിക്കാം. ഇനി കാരണം ഈ ഫൊർഗിവ്നെസ് എന്നുള്ളത് ഒരു 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 എളുപ്പമുള്ള ഒരു സംഗതിയല്ല. മനസ്സിലായോ? നമുക്കെല്ലാവർക്കും പറയാൻ വളരെ എളുപ്പമാണ്. അങ്ങ് വിട്ടുകൊടുത്തൂടെ? ഇമാം അലൂസി അതിന് പറയുന്ന ഒരു ഈ ആയത്തുകൾക്ക് പറയുന്ന ഒരു വലിയ സുന്ദരമായ ഒരു വ്യാഖ്യാനമുണ്ട്. അതെന്താ വെച്ചാൽ അതിന്റെ അറബി ടെക്സ്റ്റ് ഞാൻ വായിക്കുന്നില്ല. പക്ഷെ അതിന്റെ മലയാളത്തിൽ ഞാൻ പറയാം. അതായത് ഇവിടെ നമ്മൾ നോക്കൂ, ഇസ്തിഗ്ഫാർ എന്നുള്ള വെർബിന് 2 മഫൂല് വേണം. അല്ലെ? 2 മഫൂല് വേണം. ഗ്രാമർ അറിയുന്നവർക്ക് അതറിയാം. ഗ്രാമർ അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയാണ്. അതായത് ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ ഞാൻ പശ്ചാത്താപം തേടുന്നു, പാപമോചനം തേടുന്നു എന്ന് പറയുമ്പോൾ 2 സംഗതി വേണം. ഒന്ന്, എന്തിൽ നിന്ന്? ഫ്രം വാട്ട്? അല്ല, ഏത് തെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അത്? ഫോർ വാട്ട്? ഏത് തെറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പാപമോചനം തേടുന്നത്? രണ്ടാമത്തെ സംഗതി എന്താ? ഫ്രം ഹും? ആരോടാണ് ഞാൻ പശ്ചാത്താപം തേടുന്നത്? ഇത് രണ്ടും മഫ്ഊലായിട്ട് വരണം. അല്ലെ? അസ്തഗ്ഫിറുല്ലാഹ ദംബി. അല്ലെ? അസ്തഗ്ഫിറുല്ലാഹ ദംബി. എന്റെ കുറ്റങ്ങൾ അല്ലെങ്കിൽ ദുനൂബി, എന്റെ കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു, പശ്ചാത്താപം തേടുന്നു. ഇങ്ങനെ 2 വരണം. പക്ഷെ ഇവിടെ നോക്കൂ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് ഇത്. ഗ്രാമർ ആണെങ്കിലും ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അവരുടെ വാചകം ശ്രദ്ധിച്ചു നോക്കൂ. അവരെന്താ ചോദിക്കുന്നത്? യാ അബാന കാലു യാ അബാന ഇസ്തഗ്ഫിർ ലനാ ദുനൂബന. അല്ലെ? യാ അബാന ഇസ്തഗ്ഫിർ ലനാ ദുനൂബന. ഞങ്ങളുടെ പിതാവെ, ഞങ്ങളുടെ പാപത്തിന് വേണ്ടി താങ്കൾ എന്ത് ചെയ്യണം? പാപമോചനത്തിന് തേടണം. പക്ഷേ ആരോട്? അവർ പറയുന്നുണ്ടോ? ആരോടെന്ന് അവർ പറയുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. ഇനി യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ വാക്ക് ശ്രദ്ധിച്ചു നോക്കൂ. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി. ഞാൻ എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കാം. ഫ്രം ഹും പറയുന്നുണ്ട്. പക്ഷെ ഫോർ വാട്ട് പറയുന്നുണ്ടോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അപ്പോ അവര് പറയുന്നു, ഞങ്ങളുടെ പാപത്തിന്, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്ക് വേണ്ടി താങ്കൾ പാപമോചനത്തിന് അർത്ഥിക്കണം. ആരോടാണ്? അള്ളാഹിനോടാണോ? ഞങ്ങളുടെ റബ്ബിനോടാണോ? യൂസുഫിനോടാണോ തെറ്റ്? ഈ ഇസ്തിഗ്ഫാർ എന്നുള്ള പദം നമുക്ക് മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കാം. അതായത് എന്റെ തെറ്റ് പുറത്തു തരാൻ ഒരാളോട് അപ്പോളജൈസ് ചെയ്യണതിന് ഗഫറ പറയും. ഇപ്പൊ അള്ളാഹു പറഞ്ഞു, വലമൻ സബറ വ ഗഫറ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സൂറത്തിൽ ആറാഫിലാണെന്ന് തോന്നുന്നുണ്ട്. വലമൻ സബറ വ ഗഫറ, ആർ ക്ഷമിക്കുകയും ആളുകൾക്ക് അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുകയും ചെയ്തു, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് ഏറ്റവും ദൃഢമായ ഒരു തീരുമാനമാണ്. അപ്പൊ ഫൊർഗിവ്നെസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഖുർആൻ ഏറ്റവും കാര്യമായി പറയുന്ന ഒരായത്താണ് അത്. വലമൻ സബറ വഗഫറ. അത് ആർക്ക് പുറത്തു കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്? മനുഷ്യന്മാർക്ക് പുറത്തു കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ആ അർത്ഥത്തിൽ ഇവർ ഇസ്തിഗ്ഫാർ നടത്താൻ പറയുമ്പോൾ, വാപ്പാനോട് പറയുമ്പോൾ, ഒരു പക്ഷെ അവര് അറബിക് ലാംഗ്വേജിൽ ഒരു 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 റൂളാണത്. അതെന്താണെന്ന് വെച്ചാല്, വെൻ യു സ്കിപ്പ് ദ ഡീറ്റെയിൽസ് ദർ ഇസ് മോർ ദാൻ വൺ തിങ്. അതായത് നമ്മൾ ഖുർആനിലാകട്ടെ അല്ലെങ്കിൽ അറബി ഭാഷയിലാകട്ടെ, ഈ ശരിക്കും ലാംഗ്വേജിൽ പറയേണ്ട ഒരു സാധനം പറയാതിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം അതിന് നമ്മൾ വ്യാഖ്യാനത്തിന് പഴുതുണ്ടെന്നാണ്. ഒരുപാട് വ്യാഖ്യാനിക്കാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ഇവര് പറയുന്നു, യാ അബാന അസ്തഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി താങ്കൾ പാപമോചനത്തിന് അർത്ഥിക്കണം. യു ഷുഡ് സീക്ക് ഫോർഗിവ്നെസ്. ഫ്രം ഹും എന്ന് അവർ പറയാത്ത സ്ഥിതിക്ക് അവർ ഉദ്ദേശിക്കുന്നത് ഫ്രം അള്ളാഹ്, ഫ്രം യൂസുഫ്, ഫ്രം ബിൻയാമിൻ, ഫ്രം യുവർ സെൽഫ്. ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ബ്യൂട്ടിഫുൾ അല്ലേ അത്? ബ്യൂട്ടിഫുൾ അല്ലേ? ലാംഗ്വേജിന്റെ ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Yes. പറയുന്നത് ഗ്രാമറാണ്. പക്ഷെ ആ ഗ്രാമർ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആകുന്നു, എന്തുകൊണ്ട്, വൈ ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ്, അതാണ് ഇവിടെ പറയുന്നത് കേട്ടാ. ഇനി യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നത് എന്താ? യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നത് എന്താ? സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി. സൗഫ അസ്തഗ്ഫിറു ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പശ്ചാത്താപത്തിന് അർത്ഥിക്കാം. റബ്ബി, എന്റെ റബ്ബിനോട്. പക്ഷെ എന്തിനു വേണ്ടി? ഏത് തെറ്റ്? നിങ്ങൾ യൂസുഫിനോട് ചെയ്ത തെറ്റിനോടാണോ? ബിന്യാമിനോട് ചെയ്ത തെറ്റാണോ? നിങ്ങൾ എന്നോട് ചെയ്ത തെറ്റാണോ? ഇതൊന്നും പറയാതെ യാക്കൂബ് നബി അലൈഹിസ്സലാം അവരോട് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ
അള്ളാഹുവിനോട് പശ്ചാത്താപം അർത്ഥിച്ചാൽ, അങ്ങനെ അള്ളാഹുവിനെ ഹാപ്പി ആക്കിയാൽ, അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചാൽ, മറ്റു ജനങ്ങൾ നിങ്ങൾക്ക് സ്വാഭാവികമായും പുറത്തു തരും. ഈസിന്റ് ഇറ്റ് ബ്യൂട്ടിഫുൾ? പറയണ മനസ്സിലാവുണ്ടോ? അതായത് യക്കൂബ് നബി അലൈഹിസ്ലാം അവരോട് പറയാണ്, ഞാൻ എൻ്റെ റബ്ബി, അതിൽ തന്നെ ഒരു ബ്യൂട്ടി ഉണ്ട്. എൻ്റെ റബ്ബിനെ എനിക്കറിയാം, ഞാൻ അവനോട് പശ്ചാത്താപം തേടാം, നിങ്ങൾക്ക് വേണ്ടി മാപ്പ് അപേക്ഷിക്കാം. അങ്ങനെ ഞാൻ മാപ്പ് അപേക്ഷിക്കുമ്പോൾ അവനെങ്ങാനും നിങ്ങൾക്ക് പുറത്തു തന്നാൽ, പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് യൂസുഫിനോട് ചോദിക്കേണ്ട, ബിന്യാമിനോട് ചോദിക്കേണ്ട, എന്നോട് ചോദിക്കേണ്ട, മറ്റു മനുഷ്യരോട് ആരോടും ചോദിക്കേണ്ട. കാരണം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നാൽ, അള്ളാഹു നിങ്ങളെക്കുറിച്ച് സന്തോഷവാൻ ആയാൽ, അങ്ങനെ റസൂലിന്റെ ഒരു വചനമില്ലേ, നിങ്ങൾ ജനങ്ങളെ സന്തോഷിപ്പിക്കണോ അള്ളാഹിനെ സന്തോഷിപ്പിക്കണോ? അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാനാണ് ഒരാൾ തീരുമാനിക്കുന്നതെങ്കിൽ ജനങ്ങൾ ഇനിയിപ്പോൾ കുറച്ചൊക്കെ അവനെ വെറുത്താലും പ്രശ്നമില്ല. കാരണം അള്ളാഹു അവനിൽ തൃപ്തനാണെങ്കിൽ മറ്റ് ജനങ്ങൾ അവനെക്കുറിച്ച് ഓട്ടോമാറ്റിക്കലി, സ്വാഭാവികമായിട്ട്, നാച്ചുറലി അവരെന്തായിക്കോളും? തൃപ്തി ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരാണ്. ഒരു കാര്യം അള്ളാഹു വിരോധിച്ചിരിക്കുന്നു, വേറൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ നമ്മളോട് വെറുക്കും. പക്ഷെ അള്ളാഹ് വിരോധിച്ചാണെന്ന് നമുക്കറിയാം, അത് ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ വെറുക്കും. അപ്പൊ അള്ളാഹിനെ അവിടെ മാറ്റി വെച്ചിട്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോയാൽ ജനങ്ങളും സന്തോഷിക്കില്ല, അന്തിമമായിട്ട് അള്ളാഹും നമ്മളെ സന്തോഷിക്കില്ല. പക്ഷെ നമ്മൾ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചാൽ ജനങ്ങൾ താൽക്കാലികമായി ഒരു പക്ഷെ നമ്മളെ വെറുക്കും, പക്ഷെ അന്തിമമായിട്ട് ആ ജനങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നമ്മളോടുള്ള സ്നേഹം അള്ളാഹു നിറക്കുക തന്നെ ചെയ്യും. ഇറ്റ്സ് എ വെരി റിമാർക്കബിൾ ലെസൺ. ആ ഒരൊറ്റ മഫ്ഊലും ബിഹി വിട്ട് കളഞ്ഞത് കൊണ്ട് ആ വാചകത്തിന് സംഭവിച്ച വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? കറക്റ്റ് ആണ്, ക്ലിയർ ആണോ അത്? അതായത് സഹോദരങ്ങൾ പറഞ്ഞില്ല, റബ്ബിനോട് ചോദിക്കാൻ പറഞ്ഞില്ല. ഇവിടെ യക്കൂബ് നബി അലൈഹി സ്വലാം തെറ്റിൽ നിന്ന് മാപ്പ് ചോദിക്കാൻ പറഞ്ഞില്ല. സോ ദർ ഇസ് എ മഫ്ഊലും ബിഹി മഹ്ദൂഫ്, അല്ലെ? ആ ഒബ്ജക്റ്റ് വിട്ട് കളഞ്ഞു. ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ വേണം. ആരോട് പശ്ചാത്തപിക്കുന്നു, എന്തിൽ നിന്ന് പശ്ചാത്തപിക്കുന്നു, അത് രണ്ടും ഇവിടെ ആൾട്ടർനേറ്റീവ് ആയിട്ട് അത് വിട്ടുകളഞ്ഞ് പറഞ്ഞപ്പോൾ ദ മീനിങ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്, ദ മീനിങ് ഇസ് യുണീക്ക്, ദ മീനിങ് ഇസ് ബ്യൂട്ടിഫുൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് എ റിമാർക്കബിൾ ലെസൺ ഫോർ അസ്. മനസ്സിലായിട്ടുണ്ടോ? അതാണ് അറബി ഭാഷയുടെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. ആ മനോഹാരിതയാണ് നമുക്കിവിടെ ഈ ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ജെന്യുവൻലി, അവരത് പറഞ്ഞിട്ടില്ലെങ്കിലും യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് പറയണം, അള്ളാഹുവിന് നേരെ തിരിയൂ, അവന്റെ ഇഷ്ടം നിങ്ങൾ ആഗ്രഹിക്കൂ, എങ്കിൽ യൂസുഫും യാക്കൂബും ബിന്യാമീനും എല്ലാവരും നിങ്ങൾ ഇഷ്ടപ്പെടും, മറ്റു ജനങ്ങളൊക്കെ ഇഷ്ടപ്പെടും. അള്ളാഹു ആണ് ശരിക്കും വാസ്തവത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടേണ്ട മാസ്റ്റർ. അവനാണ് ഹീ ഈസ് ദ മോസ്റ്റ് ലവിങ് ആൻഡ് കെയറിങ് എന്ന് പറയുന്നത്. അപ്പൊ മൈ റബ്ബ് ഹീസ് ആ ഒരു പോയിന്റ്. ഓക്കെ, ഇനി നമ്മള് അവർക്ക് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ആയത്തുകളുടെ രണ്ടാമത്തെ വശം, രണ്ടാമത്തെ ഡൈമെൻഷൻ. ആദ്യത്തെ ഡൈമെൻഷൻ എന്താ? അവര് ജെന്യുവൻലി ജെന്യുവൻലി കൺഫസിങ് ദർ സിൻസ്. നമ്മൾ പറയുന്നത്, ഇനി ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഫിർഔൻ അവസാന സന്ദർഭത്തിൽ ചെങ്കടലിൽ മുങ്ങി മരിക്കാൻ നേരത്ത് പറഞ്ഞതുപോലെയാണ് ഇവര് പശ്ചാത്തപിച്ചത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ വേറൊരു മീനിങ് വരും. അതായത് അവർ പറയാണ്, കാലുയാ അബാന നിസ്തഗ്ഫിർ ലനാ ദുനൂബന, ബാപ്പ ഞങ്ങളുടെ തെറ്റുകൾക്ക് താങ്കൾ പശ്ചാത്താപം. അപ്പൊ എന്തുകൊണ്ട് അവർ അള്ളാഹ് പറഞ്ഞില്ല? അവർ അള്ളാഹുവിന് പറയാത്ത കാരണം അവർക്കറിയാം, നൗ ദർ ഈസ് ഒരേ ഒരു ശക്തിയിൽ നിന്ന് ഇപ്പോ പാപമോചനത്തിന് അർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. അതാരാണ്? യൂസുഫും യാക്കൂബുമാണ്. യൂസുഫ് അലൈഹി സ്വലാം ഇപ്പൊ ആരാണ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഈജിപ്റ്റ്. യാക്കൂബ് നബി അലൈഹി സ്വലാം, ഹൂ ഇസ് യാക്കൂബ് നൗ? യാക്കൂബ് നബി അലൈഹി സ്വലാം, പ്രൊഫറ്റ് യാക്കൂബ് ഈസ് നൗ ദി ഫാദർ ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഈജിപ്റ്റ്. അവരുടെ മൊത്തം പൊസിഷൻ മാറിയിരിക്കുന്നു, പവർ മാറിയിരിക്കുന്നു. ആ പവർ സ്ട്രക്ചർ മാറിയത് കണ്ടിട്ട് അവര് നിവൃത്തികേട് കൊണ്ട് പറഞ്ഞു പോവുകയാണ്, ഞങ്ങളുടെ തെറ്റുകൾക്ക് പാപമോചനത്തിന് അർത്ഥിക്കൂ. അപ്പോ നമ്മളൊക്കെയാണെങ്കിൽ അപ്പൊ പറയും, നൗ യു ആർ സോറി, അല്ലെ? അള്ളാഹ് ചോദിച്ച പോലെ ഫിറൗനോട് ചോദിച്ചില്ലേ, ആൽ ആൻ വഖദ് അസൈത മിൻ ഖബൽ, ഇപ്പോഴാണോ നീ പശ്ചാത്തപിക്കണ? ഇതിനു മുമ്പ് നീ എത്ര ധിക്കാരം കാണിച്ചു. അല്ലെ? അള്ളാഹിനെ കുറിച്ച് മൂസാ നബി പറഞ്ഞപ്പോ
ഫിറൗൻ എന്താ പറഞ്ഞത്? യാ ഹാമാൻ ഇബ്നിലി സർഹൻ ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ. ഹാമാനെ വിളിച്ചിട്ട്, മന്ത്രിനെ വിളിച്ചിട്ട് പറയാണ്, ഒരു ബുർജ് ഖലീഫ ഉണ്ടാക്കിത്താ, ഞാനൊന്ന് കേറി നോക്കട്ടെ. അല്ലെ? അല്ലെ? ഇബ്നിലി സർഹൻ, സർഹ് എന്ന് പറഞ്ഞാൽ അതാണ് ബുർജ്, വലിയ ടവർ. ടവർ ഉണ്ടാക്കി തരൂ, ഞാനൊന്ന് കയറി നോക്കട്ടെ. എന്നിട്ട് ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, മൂസയുടെ റബ്ബിനെ കാണാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ആളാണ് ആര്? ഫിറൗൻ. ആ ഫിറൗനാണ് കടലില് ചെങ്കടല് മുങ്ങുന്നു കണ്ടപ്പോ ആമന്തു ബി റബ്ബി മൂസ വ ഹാറൂൻ, ഇപ്പൊ ഞാൻ വിശ്വസിച്ചു, മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ആൽ ആൻ, ഇപ്പോഴാണോ? വഖദ് റിയലി നൗ, നൗ യു ആർ ബിലീവിംഗ്, നൗ യു സേ ദാറ്റ് ദർ ഇസ് അല്ലാഹ്. ഇതുപോലെ ഇവരോട് വേണമെങ്കിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഒരു പക്ഷേ ചോദിച്ചിട്ടുണ്ടാകും, പ്രവാചകനായതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ വേണമെങ്കിൽ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പൊസിഷൻ കണ്ടിട്ടാണ് അവരങ്ങനെ വിശ്വസിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ടെക്സ്റ്റ് അള്ളാഹു സംവിധാനം ചെയ്തത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താണ്? അവർ പറയുന്നത് സൗഫ് യാ അബാൻ അസ്തഗ്ഫിർ ലനാ, അള്ളാഹുവിനെ അവർ പറയാതിരിക്കുന്നു എന്നത്. ഓക്കെ, അപ്പോ യു കാണ്ട് ഈവൻ മെൻഷൻ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു വാക്ക് പോലും നിങ്ങൾക്ക് പറയാൻ തോന്നുന്നില്ലല്ലോ. മനസ്സിലായോ? ഇനി ഇനി അവർ ഉപയോഗിച്ച ദമ്പ് എന്നുള്ള പദം, ദമ്പ് ഒരു, പിന്നെ ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റേക്ക്, ഒരു ഒരു ഷെയിംഫുൾ ആക്ടിനെ കുറിച്ചാണ്. പക്ഷെ വലിയ പാപത്തിന് എന്താ പറയാ അറബിയിൽ? സെയ്യാത്താണ്. സെയ്യാത്ത് പോലെ, അല്ലെങ്കിൽ അത് ഞങ്ങൾ ചെയ്തത് ഒരു അത്ര വലിയൊരു കുറ്റമാണെന്ന് അവർ ഇപ്പോഴും പറയുന്നില്ല എന്നുള്ളതാണ്. ദമ്പ് ഇറ്റ്സ് എ ഷെയിംഫുൾ, വി ആർ അഷൈംഡ്, നമ്മൾ ഇത്തിരി ലജ്ജ ഉണ്ട് ഞങ്ങൾക്ക്, പക്ഷെ അതൊരു വലിയൊരു കുറ്റമായിട്ട്, പൊറുക്കപ്പെടാത്തൊരു തെറ്റായിട്ടൊന്നും അവര് മനസ്സിലാക്കിയിട്ടില്ല. they didn't in fact confess. അവർ ആക്ച്വലി എന്ത് ചെയ്തിട്ടില്ല? കുറ്റം ആ അർത്ഥത്തിൽ സമ്മതിച്ചിട്ടില്ല. അവരുടെ തെറ്റുകളെ അവര് വളരെ നിസ്സാരമാക്കിയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും നോക്കൂ, ഒന്നത്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അവര് വേറൊന്നും പറയുന്നില്ല. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയോട് എന്താണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഒരു ഈ കാലഘട്ടത്തിൽ ഈ ഈ പിന്നെ ഒരു കാലയളവിൽ സംഭവിച്ച പലതും അവർ മറച്ചു വെച്ചിരിക്കണം. ഇപ്പോഴും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിക്ക് അറിയില്ല വാട്ട് റിയലി ഹാപ്പൻ ടു യൂസുഫ് അലൈഹി ഇസ്ലാം. ഒരു പക്ഷെ നമുക്കതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, ഖുറാന്റെ കഥ പറച്ചിലിന്റെ സ്റ്റൈൽ അതാണല്ലോ, എല്ലാം ഒന്നും പറയുന്നില്ലല്ലോ, ഒരു പക്ഷെ അവരതൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും വൈ ദേ ഡിഡ്ന്റ് ബ്രിങ് അപ്പ് അള്ളാഹ്സ് നെയിം ദെയർ, അവരെന്തുകൊണ്ട് അള്ളാഹുവിന്റെ പേര് അവർ പറഞ്ഞില്ല? അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത്, ഐ വിൽ സൂൺ സീക്ക് ഫോർഗിവ്നെസ്, ഐ വാണ്ട് ടു സീ ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ചേഞ്ചസ് ഉണ്ടോ എന്ന് ഞാൻ കാണാൻ, ഐ വിൽ ഫോർഗിവ് യു വെൻ ഐ ആം റെഡി. നിങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകുന്നത് എപ്പോഴാണ്? ഞാൻ അത് ക്ലിയർലി അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുമ്പോഴാണ്. നിങ്ങളുടെ ഈ വാക്കുകളെ എനിക്ക് ഫേസ് വാല്യൂ, മുഖവിലക്കെടുക്കാൻ എനിക്ക് പറ്റില്ല. അള്ളാഹു ഇമ്മീഡിയറ്റ് ആയിട്ടും അതാണ്, ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, അള്ളാഹ് പുറത്തു തരും, പക്ഷെ ഐ നീഡ് ടു വെയിറ്റ് എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയാൻ കാരണം അതാണ്. ബിക്കോസ് ദ പെയിൻ യു ഗേവ് മീ ഈസ് സോ സീരിയസ്, നിങ്ങൾ എനിക്ക് നൽകിയ വേദന അത് വളരെ സീരിയസ് ആണ്. ദ ഈവിൾ യു കമ്മിറ്റഡ് ഇസ് സോ സീരിയസ്, നിങ്ങൾ ചെയ്ത കുറ്റം അത് വളരെ പിന്നെ ഇമാം അലൂസി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ ദേഷ്യം കാരണമാണ് അദ്ദേഹം അവർക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കുന്നത് വൈകിച്ചത് എന്ന് ഇമാം അലൂസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാല് അതിന്റെ വേറൊരർത്ഥം, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്തിനാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് പ്രവാചകന്മാർ, നമ്മുടെ ഒരു കൺസെപ്റ്റില് ഈ പ്രവാചകന്മാർ പെട്ടെന്ന് പുറത്തു കൊടുക്കുന്നവരാകോ ഇല്ലേ? അവിടെ പ്രവാചകന്മാർക്കൊരു ഹ്യൂമൻ എലമെന്റ് ഉണ്ട് അല്ലെ? ഈ 40 വർഷം സഹിച്ച വേദനയ്ക്ക് യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു 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 സാവകാശം ആവശ്യപ്പെടുകയാണ്. നിങ്ങളിപ്പോ നിങ്ങളുടെ മുമ്പിൽ വേറെ ഒരു നിവൃത്തിയില്ലാത്ത ഒരു കമ്പൽസറി സിറ്റുവേഷൻ വന്നപ്പോ നിങ്ങൾ പശ്ചാത്തപിച്ചു എന്ന് എൻ്റെ അടുത്ത് പറയുന്നു, അല്ലെങ്കിൽ എന്നോട് നിങ്ങൾ പശ്ചാത്താപം ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഐ ആം എ ഹ്യൂമൻ, ഐ ഹാവ് ഇമോഷൻ ടു, ഐ കാൺ ഫോർഗിവ് യു നൗ, ഐ വിൽ ഡിലേ മൈ ഫോർഗിവ്നെസ്. നിങ്ങൾക്ക് വേണ്ടി പശ്ചാത്തലിക്കുന്നത് ഞാൻ മാറ്റിവെക്കും, പക്ഷേ നിങ്ങളുടെ പശ്ചാത്താപം ജെനുവിൻ ആണെങ്കിൽ അള്ളാഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അതായത് പ്രവാചകന്മാർക്കും ഒരു ഇമോഷണൽ വശമുണ്ട്, ഒരു സ്പിരിച്വൽ വശമുണ്ട്. അതുകൊണ്ടാണല്ലോ യാക്കൂബ് നബി അലൈഹി സ്വലാമിക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. ശരിക്കും നമുക്ക് ആലോചിച്ചൂടെ, എന്തിനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം ഇത്ര കരഞ്ഞത്?
അദ്ദേഹത്തിന് അള്ളാഹുമായിട്ട് ഇനി ആലമു മിനല്ലാഹി മലാ തഅലമൂൻ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കറിയാത്ത എനിക്കറിയാം എന്ന് പറയുമെങ്കിലും എന്തുകൊണ്ട് കരഞ്ഞു? അതിനാണ് നമ്മൾ പറയുന്ന പ്രവാചകന്മാർ മനുഷ്യരാണ്. ദർ ഈസ് എ ഹ്യൂമൻ എലമെന്റ്. ആ എല്ലാ ഇമോഷനും അല്ലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം, അദ്ദേഹത്തിന്റെ മകൻ ഇബ്രാഹിം മരിച്ചപ്പോൾ കരഞ്ഞു. അപ്പോൾ ഒരു സഹാബി റസൂലിനോട് ചോദിക്കുന്നു, അള്ളാന്റെ റസൂല് താങ്കളും കരയാണോ? മകൻ മരിച്ചിട്ട് കരയാണോ? റസൂല് പറഞ്ഞെന്താ, ഞാൻ മനുഷ്യനാണ്, എനിക്ക് വികാരങ്ങളുണ്ട്, എനിക്ക് ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ. പക്ഷെ ഞാൻ അള്ളാഹ്ക്ക്, നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താത്ത ഒരു വാചകവും ഞാൻ പറയില്ല. ഇന്നാലില്ല വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് തന്നെ നമ്മൾ പറയുള്ളൂ, നമ്മൾ അങ്ങനെ പറയുള്ളൂ. പക്ഷേ സ്റ്റിൽ ഐ ഫീൽ ദ പെയിൻ, ഐ ഹാവ് എ ഹേർട്ട് വിച്ച് പെയിൻസ്, അല്ലേ? ആ എൻ്റെ ഹൃദയത്തിനുള്ളിൽ വേദന എനിക്ക് അനുഭവപ്പെടും. അത് ആ ഒരു ഹ്യൂമൻ ലിമിറ്റേഷൻസ് പ്രവാചകന്മാർക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ, ഈ രണ്ട് വിശദീകരണവും വെച്ചിട്ട് നമ്മൾ ഇതിനെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ലെസൺ അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഇന്നത്തെ ഈ രണ്ടായത്തിലെ ടേക്ക് അവേ എന്താന്ന് ചോദിച്ചാൽ, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ ഫോർഗിവ്നെസ് ഹാസ് ടു കം വിത്ത് കോഷൻ. നമ്മൾ ആളുകൾക്ക് പുറത്തു കൊടുക്കണം, ഫോർഗിവ്നെസ് വേണം. പക്ഷെ ആ ഫോർഗിവ്നെസ്സിന് ഒരു കോഷൻ വേണം, ഒരു വെയിറ്റ് ആൻഡ് സീ എന്നൊരു അപ്രോച്ച് വേണം എന്നുള്ളതാണ്. അതായത് ഒരാൾ പശ്ചാത്തപിക്കുമ്പോഴേക്ക്, ഒരാൾ നമ്മളോട് മാപ്പ് പറയുമ്പോഴേക്ക് കംപ്ലീറ്റ് അയാളെ വിശ്വസിച്ചിട്ട് വീണ്ടും പഴയതുപോലെ ചിലപ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളെ പണം തട്ടിച്ചെടുത്ത ഒരാൾ, ഒരാളായിട്ട് ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിൽ നമ്മളെ ക്ലീൻ ആയിട്ട് പറ്റിച്ചിട്ട് അയാൾ മുങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളെ കണ്ടു, ഒരു 10 വർഷം കഴിഞ്ഞിട്ട്, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് കണ്ടു. അയാൾ പറഞ്ഞു, ഓ സോറി, ഞാൻ പിന്നെ പറ്റിപ്പോയി, പിന്നെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിറ്റേന്ന് മുതൽ വീണ്ടും അയാളായിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്താണ്, ആദ്യം പറ്റിയത് നമുക്ക് പറ്റും, രണ്ടാമത് പറ്റുന്നത് പറ്റാൻ പാടില്ല. എന്തുകൊണ്ടാ? ലാ യൽദഉൽ മുഅ്മിനു മിൻ ഹുജ്റിൻ മർറത്തൈനി. ഒരു മാളത്തിൽ നിന്ന് സത്യവിശ്വാസിക്ക് 2 പ്രാവശ്യം കടിയേക്കൂല. ഈ ഒരു ലെസൺ മുമ്പ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഹ്യൂമൻ ഫോർഗിവ്നെസ് വിൽ കം വിത്ത് എ കോഷൻ. ആളുകൾക്ക് നമ്മൾ പുറത്തു കൊടുക്കണം, പക്ഷേ ഫോർഗിവ്, നെവർ ഫോർഗെറ്റ്, അല്ലെ? മാപ്പ് കൊടുക്കുക, പക്ഷെ ഒരിക്കലും മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് നമ്മൾ അതുകൊണ്ടാണ് ആദ്യത്തിൽ അവർക്ക് കൊടുത്തത്, രണ്ടാമത്തെ അവർക്ക്. പക്ഷെ രണ്ട് കാര്യത്തിലാണെങ്കിലും ആ ഒരു ഇപ്പൊ ഇവിടെ പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിയുടെ ബ്രദേഴ്സിന് ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് കൊടുക്കാനുള്ള മറ്റൊരു കാരണം, യാക്കൂബ് നബി അലൈഹി സ്വലാം സൂറത്തുൽ ബഖറയിൽ അത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരണ സന്ദർഭത്തിൽ ഈ മക്കളോട് ചോദിക്കുന്നുണ്ട്, എന്താണ്, അം കുന്തും ഷുഹദാ ഇത് ഹളറ യാക്കൂബൽ മൗത്ത് ഇത് കാലലി ബനീഹി യാ ബനിയ മാ തഅബുദൂന മിൻ ബഅദി. യാക്കൂബ് നബി അലൈഹി സ്വലാമിക്ക് മരണം, ഹി വാസ് ഇൻ ദ ഡെത്ത് ബെഡ്, അല്ലെ, മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹം മക്കളോട് ചോദിക്കുന്നുണ്ട്, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെ പ്രാർത്ഥിക്കും, ആരെ വിളിച്ച്, ആരോട് ആരാധനകൾ നടത്തും? അപ്പൊ അവർ പറയുന്നുണ്ട്, നഅബുദു ഇലാഹക വ ഇലാഹ അബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഞങ്ങൾ തങ്ങളുടെ പിതാക്കന്മാരുടെ ഒക്കെ ദൈവമായിട്ടുള്ള അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ. അതിനർത്ഥം അവർ ജനുവിനിൽ തന്നെയാണ് ഇവിടെ പെരുമാറിയത്. പിന്നീട് അവർ നന്നായി നല്ല മക്കളായിട്ട് തന്നെയാണ് അവർ മരിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തെളിവുകൾ ഖുർആനിലുണ്ട്. പക്ഷെ ഈ ഒരു മൊമെന്റില് അവരുടെ പശ്ചാത്താപം ആത്മാർത്ഥമായിരുന്നോ അല്ലേ എന്നതിനെ കുറിച്ച് രണ്ടിലും വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ആയത്തുകൾ ഉള്ളത് എന്ന് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിലേത് പിന്നെ വ്യാഖ്യാനത്തിന് നമ്മൾ മുൻഗണന കൊടുക്കണം, അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു മുൻഗണനയും കൊടുക്കേണ്ടതില്ല. രണ്ട് വ്യാഖ്യാനത്തിനും പഴുതുണ്ട്, രണ്ട് വ്യാഖ്യാനത്തിലും നമുക്ക് ലെസൺസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കേട്ടോ? ക്ലിയർ? എനി ഡൗട്ട്സ്? ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇജ്അൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വജ്അൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم ارزقنا تلاوته
آناء الليل وأطراف النهار على الوجه الذي يرضيك عنا. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعل القرآن شفيعا لنا يوم القيامة. اللهم اجعله لنا دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته. वालेकुम सलाम।